ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അതിന്റെ പാർട്ട് 3 പഠിക്കാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 3 വേറെ ഒന്നുമല്ല, ചാർട്ടർ ആക്ട് 1793 എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് 1793 ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള PDF അതുപോലെ മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലുണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലുണ്ട്. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് ജോയിൻ ചെയ്യാവുന്നതാണ്. കോമൺ PSC ഉള്ളവരാണെങ്കിൽ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ എന്റെ പേര് കിരൺ എന്നാണ്, മനസ്സിലായി കാണും. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. മാറാത്ത എന്താ മാറും. ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ് പ്രിലിംസിനും മെയിൻസിനും ഉള്ളത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഈ പ്ലേലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, 1777 ആക്ട് മുതൽ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് 1773 മുതൽ 1858 വരെ, രണ്ടാമത്തെ 1858 കഴിഞ്ഞിട്ടുള്ളത് മുതൽ 1947 വരെ. അപ്പൊ 1858 മുമ്പ് 1858 ശേഷം, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. സ്ഥലത്തൊക്കെ ഞങ്ങൾ കേട്ടാണ്, ഒരു 2 മിനിറ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, ഒന്നൊരു റിവിഷൻ ആവും, ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കും എന്താവും, ഹെൽപ്പ് ആവും. അതാണ് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇത് ഈ സീരീസിലെ 3-മത്തെ വീഡിയോ ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷിലെ 3-മത്തെ വീഡിയോ ആണ്. ഇത് നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇതേ ചാനലിൽ. അവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ഓക്കെ, PDF ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. ഈ 1858 ആക്ട് വരുന്നവരെ നിങ്ങളൊരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെ ഒരു ചാർട്ടർ കൊടുത്തിട്ട്, അതായത് ബ്രിട്ടീഷ് ക്യൂനും ബ്രിട്ടീഷ് പാർലമെന്റും ചേർന്നിട്ട് ഒരു ചാർട്ടർ കൊടുത്തിട്ട്, ചാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടി പ്രകാരം ഇന്ത്യയിലേക്ക് വ്യാപാരം ചെയ്യാൻ വേണ്ടി അയക്കുന്നു. ഈ വ്യാപാരം ചെയ്യാൻ വേണ്ടി അയച്ച ഈ ബ്രിട്ടീഷ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എങ്കിൽ ആ കമ്പനിയിൽ നിന്ന് അധികാരം പതുക്കെ പതുക്കെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് എന്ത് ചെയ്യണം, പിടിച്ചെടുക്കണം. അതിനുള്ള ഈ ശ്രമങ്ങളെ വിളിക്കുന്ന പേരാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട് ടു 1858 എന്താണ് ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്ന് 1758 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നോ അന്ന് എന്തായിട്ടുണ്ടാവും, കമ്പനി ഭരണം തീരും. ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് എന്ത് ചെയ്യും, നേരിട്ട് ഭരിക്കുന്നതായിരിക്കും. അപ്പൊ അതുവരെ ബ്രിട്ടീഷ് രാജാവ് നേരിട്ട് ഭരിച്ചിട്ടില്ല, ഇല്ല മക്കളെ, അതുവരെ ബ്രിട്ടീഷ് രാജാവ് നേരിട്ട് ഭരിച്ചിട്ടില്ല, ഒരു കമ്പനിയാണ് ഭരിക്കുന്നത്. എങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത് ഒരു കമ്പനിയിൽ നിന്ന് എങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് അധികാരം നേടിയെടുത്തു എന്നതാണ് പഠിക്കുന്നത്. അവരുടെ ഇന്റേണൽ പ്രോബ്ലം ആണ് പഠിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോ ഫോം ചെയ്തു, 1600. അവരെ എപ്പോ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, 1773. 1858 ആകുമ്പോഴേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ക്രൗൺ എന്ന് വെച്ചാൽ എന്താ, ബ്രിട്ടനിലെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി, അവർക്ക് എന്ത് കിട്ടി, അധികാരം കിട്ടി. ആ കഥ നമുക്ക് നോക്കാവുന്നല്ലേ, നോക്കാം. അപ്പൊ ആദ്യത്തെ 2 വീഡിയോ നിങ്ങൾ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. 3-മത്തെ വീഡിയോ, അപ്പൊ ഇതൊരു കണക്ഷൻ ആണ്, മൊത്തം ഒരു സ്റ്റോറിയാണ്. ഓരോന്ന് ഓരോ പോലെ പഠിക്കുന്നതിന് ഓരോ സ്റ്റോറി ആയിട്ട് പഠിക്കുക. ഹിസ്റ്ററി, അപ്പൊ ഹിസ്റ്ററി തന്നെ ഒരു സ്റ്റോറി ഇല്ലേ? ഓക്കെ, അപ്പൊ ഹിസ്റ്ററി എന്ത് ചെയ്യുക, സ്റ്റോറി ആയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ഹിസ്റ്ററി ഭയങ്കര ടഫ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് ചാർട്ടർ ആക്ട് 1793 എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ചാർട്ടർ ആക്ട് 1793 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു എന്താ പറയാ റൂളാണ്, ഒരു ആക്ട് ആണ്. ഓക്കെ, ഇതിനു മുമ്പ് എത്ര ആക്ട് ഉണ്ട്, 1773 ആക്ട് ഉണ്ട്, 1784 ആക്ട് ഉണ്ട്. 1773 ആക്ടിനെ വിളിക്കുന്ന പേരാണ് റെഗുലേറ്റിംഗ് ആക്ട്. ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടാണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, കമ്പനിയിൽ ആകെ അഴിമതിയാണ്. നമ്മുടെ റോബർട്ട് ക്ലേ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി എന്താണ്, പുള്ളിയുടെ കീഴിൽ കമ്പനി എന്താണ്, ആകെ അഴിമതിയായിട്ട് ഇരിക്കുകയാണ്. എങ്കിൽ ആ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് വിജയ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ തളപതി വിജയനെ വിളിച്ച് ഹീറോ ആയിട്ട് വിളിച്ച്. ആ ഹീറോയുടെ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഈ വാറൻ ഹേസ്റ്റിങ്സ് വിജയ് ആയിരുന്നില്ല, ആരായിരുന്നു, വിജയ് സേതുപതി ആയിരുന്നു. ആകെ പ്രശ്നമായി, വില്ലനായിട്ട് മാറി. എങ്കിൽ ഈ വാറൻ ഹേസ്റ്റിങ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആക്ടിന്റെ പേരാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഇപ്പൊ 1793 നമുക്ക് എന്താണ് സിറ്റുവേഷൻ നോക്കാം, കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, കമ്പനി ഇത്രയും കാലമായിട്ടും, എത്ര കാലമായി, 1600 തുടങ്ങി 293 1600 അല്ലേ, സോറി 197 വർഷമായി എന്ത്, കമ്പനി തുടങ്ങിയിട്ട്.
കമ്പനി തുടങ്ങിയിട്ട് 193 വർഷമായി. ഈ 193 വർഷമായിട്ട് ബ്രിട്ടനിലുള്ള ഗവൺമെന്റിനോ അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള രാജ്ഞിക്കോ കമ്പനി നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല. സംഭവം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയൊരു ഭാഗം ഒന്നുണ്ട് കമ്പനിയുടെ കയ്യിലുണ്ട്. അതിനു വേണ്ടിയിട്ട് കമ്പനി നിന്ന് കൃത്യമായി പൈസ കിട്ടാൻ വേണ്ടി ആദ്യം കമ്പനി എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി ഉണ്ടാക്കണം റെഗുലേറ്റിംഗ് ആക്ട്, അതിനുവേണ്ടി ഉണ്ടാക്കണം ഫിക്സ് ഇന്ത്യ ആക്ട്. ഇനി കൂടുതൽ കൺട്രോൾ ബ്രിട്ടീഷ് പാർലമെന്റ് കൊടുക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ആക്ടിന്റെ പേരാണ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1793, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ആക്ട് എന്നതിന് നമ്മൾ എന്ത് ചെയ്യും? വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായി. ഇനി കമ്പനിക്ക് എന്തൊക്കെ അധികാരം കൊടുക്കണം? അധികാരം കൊടുക്കണമോ വേണ്ടയോ? അവർക്ക് ട്രേഡ് റൈറ്റ്സ്, കമ്പനിയുടെ വന്നിരിക്കുന്ന വ്യാപാരത്തിന് വേണ്ടിയിട്ടല്ലേ, എങ്കിൽ അവരുടെ ട്രേഡ് റൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? വെക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി പോവാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞു, മോനെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ കൺട്രോളിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എങ്കിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്തോളൂ? വെച്ചോളൂ. പക്ഷെ മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന്, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ആർക്ക് അനുകൂലമായിട്ട്? ബ്രിട്ടീഷ് പാർലമെന്റ് അനുകൂലമായിട്ട്. അപ്പൊ കമ്പനിയുള്ളവർ ചോദിച്ചു, എന്തൊക്കെയാണ് മോനെ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ, ആദ്യം ഈ സ്ലൈഡ് കഴിയട്ടെ, സ്ലൈഡ് നമുക്കായിട്ട് എന്ത് ചെയ്യാം? പറയാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ കമ്പനി ചെയ്യുന്ന ഓരോ കാര്യവും ബ്രിട്ടനിലെ രാജാവോ രാജ്ഞി എന്ത് ചെയ്യുന്നതായിരിക്കും? ശ്രദ്ധിക്കുന്നതായിരിക്കും. സോ ബ്രിട്ടനിലെ രാജാവിനും രാജ്ഞിക്ക് ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുടെ പേരാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളിൽ 100 വട്ടം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ അധികാരം ആരെടുക്കുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ് എടുക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ പഠിച്ചത്? ചാർട്ടർ ആക്ട് ഉണ്ട് 1793. ഇതൊരു വലിയ മേജർ ആക്ട് ആണ്. എന്താ? ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തിരിക്കുന്നത്. എന്തിനാ അത് പാസ് ചെയ്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി ഇന്ത്യയിലെ റോൾ എങ്ങനെയായിരിക്കണം, അവരെന്താണത് ചെയ്യേണ്ടത് പറയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വ്യാപാരത്തിനാണ്. ആ വ്യാപാരം ചെയ്യാൻ ആരധികാരം കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് അധികാരം കൊടുത്തിട്ടുണ്ട്. എങ്കിലും കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റം വരുത്തുന്നതായിരിക്കും. കമ്പനി എപ്പോഴും മനസ്സിലാക്കുക, യഥാർത്ഥ അതോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടനിലെ രാജാവോ രാജ്ഞിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. സ്വന്തം നിലയ്ക്ക് നെഗളിക്കരുത്, സ്വന്തമായി തീരുമാനം എടുക്കരുത്. എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക. ആരോട് ചോദിക്കുക? ബ്രിട്ടനിലെ പാർലമെന്റിനോടോ രാജാവിനോടോ രാജ്ഞിയോടോ ചോദിക്കുക. അവരോട് ചോദിക്കാതെ ഒരു പരിപാടിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന ആക്ടിന്റെ പേരാണ് ചാർട്ടർ ആക്ട് ഓഫ് 1793. ചാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? സിമ്പിൾ ആയ കാര്യമാണ്. ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലേക്ക് ഒരു ഉടമ്പടി വെക്കുന്നു. എത്ര കാലഘട്ടം നമ്മൾ പഠിക്കുക? 20 കാലഘട്ടത്താണ് പഠിക്കുക, 20 വർഷമാണ് പഠിക്കുക. എങ്കിൽ അടുത്ത ചാർട്ടർ ആയിട്ട് എപ്പോഴായിരിക്കും? 1793 20 കൂട്ടിയെ 1813, 1813. നെക്സ്റ്റ് ചാർട്ടർ ആയിട്ട് വരാൻ പോകുന്നത് 1813 ഓക്കെ, എങ്കിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് എപ്പോഴായിരിക്കും? 1813 കൂടെ 20 കൂട്ടിയെ 1833, 1833. അടുത്ത ചാപ്റ്റർ ആയിട്ട് വരാൻ പോകുന്നത് 1833. അടുത്തത് എപ്പോഴാണ്? 1833 20 കൂട്ടിയെ 1853. അപ്പൊ 1853 ഉണ്ടാവുക അടുത്ത ചാപ്റ്റർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആയിട്ട് എപ്പോഴാണ് വരേണ്ടത്? 1853 പ്ലസ് 20, 1873. പക്ഷെ അതിനു മുമ്പ് എന്ത് നടന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. അതുകൊണ്ട് കമ്പനിയുടെ പവർ പോയി, പകരം ആരെടുത്തു? ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് മൊത്തം കഥ. ആ മൊത്തം കഥയിൽ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് 1793. ഓക്കെ, എങ്കിൽ ഇനി മുതൽ ബ്രിട്ടീഷ് പവർ, ബ്രിട്ടനിന്റെ പവർ ഇന്ത്യയിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആ ബ്രിട്ടനിന്റെ പവർ ഇന്ത്യയിൽ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും എങ്ങനെയാണ്? കമ്പനിയുടെ ടെറിട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസി യുദ്ധമുണ്ട്. എപ്പോഴാണ് പ്ലാസി യുദ്ധം? 1757. അപ്പൊ 1757 പ്ലാസി യുദ്ധമുണ്ട്, ശരി. ബക്സർ യുദ്ധമുണ്ട്, ശരി. ഈ യുദ്ധങ്ങളെല്ലാം ചെയ്തതിനു ശേഷം മൈസൂർ യുദ്ധമുണ്ട്, ശരി. മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായ ഒരുപാട് യുദ്ധം ഉണ്ടെന്നുള്ളത്. എന്താ പറയാൻ വരുന്ന വെച്ചാൽ അത് പറ. ഓക്കെ, പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇവിടെ വന്ന് യുദ്ധം നടത്തിയതിനു ശേഷം ഒരുപാട് ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഏരിയാസ് ഇനി മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യും? നേരിട്ട് നോക്കുന്നതായിരിക്കും. കമ്പനി എന്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി? ട്രേഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ആക്ട് വന്നിരിക്കുന്നത് 1793 നമുക്ക് എല്ലാവർക്കും അറിയാം. കറക്റ്റ് വർഷം മാസം ദിവസം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 7, 1793. 1793 ഓഗസ്റ്റ് 7 സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുകയായിരുന്നു. രണ്ടാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്താണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ചാർട്ടർ ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആയോ? ഡൺ അല്ലേ? ഓക്കെ,
എങ്കിൽ ഈ ആക്ടിനെ വിളിച്ച വേറൊരു പേരാണ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാർട്ടർ ആക്ട് 1793 പൊന്നപ്പനാണെങ്കിൽ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793 എന്താ, തങ്കപ്പനാണ്. അപ്പൊ പൊന്നപ്പനും തങ്കപ്പനും ഒന്നല്ലേ? അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ചാർട്ടർ ആക്ട് 1793 എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793 എന്ന് വിളിച്ചോ. എങ്കിൽ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട്, എന്തുകൊണ്ട് അതിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793 എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? സിമ്പിൾ ആണ്. ഈ ആക്ട് എന്ന് പറയുന്നത്, ഈ ആക്ടിന്റെ മൊത്തം ലക്ഷ്യം എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് ഈ ആക്ടിന്റെ പേര് എന്ത് വിളിച്ചു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് വിളിച്ചു. ഫസ്റ്റ് കാര്യം, ചാർട്ടർ എത്ര വർഷത്തേക്ക് കൂട്ടി? 20 വർഷത്തേക്ക് കൂട്ടി. എങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എന്തിന്റെ പുറത്തായിരിക്കും? 1813 ആക്ടിന്റെ പുറത്തായിരിക്കും. നിങ്ങൾ അത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താ, ബുദ്ധിമാന്മാരാണ്. അത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. എങ്കിൽ കമ്പനിക്ക് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള എല്ലാ പവറും എന്ത് ചെയ്യുന്നുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പൊളിറ്റിക്കൽ റോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പക്ഷേ കമ്പനിക്ക് പൊളിറ്റിക്കൽ റോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഗവർണർ ജനറൽ ആയിരിക്കും ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഗവർണർ ജനറലിന്റെ പവറിലായിരിക്കും ഇതെല്ലാം നടക്കുക. ഗവർണർ ജനറൽ നിയമിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ഗവർണർ ജനറലിന്റെ കീഴിൽ ഒരു ബോർഡ് ഓഫ് കൺട്രോളും ഉണ്ട്. ഈ ബോർഡ് ഓഫ് കൺട്രോളിനെ മൊത്തമായി കൈകാര്യം ചെയ്യാൻ പോകുന്നതായിരിക്കും ഗവർണർ ജനറൽ ആയിരിക്കും. മതി മതി, മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉള്ളതിനേക്കാൾ 1784 ഉള്ളതിനേക്കാൾ ഗവർണർ ജനറലിന്റെ പവർ എന്ത് ചെയ്യാൻ പോവാണ്? കൂട്ടാൻ വേണ്ടി പോവാണ്. അടുത്ത ചോദ്യം, ഏത് ഗവർണർ ജനറൽ ഉണ്ട് സർ? അതെന്തിനാ ഏത് ഗവർണർ ജനറൽ നോക്കാൻ പോകുന്നത്? 1793 അല്ലേ? അപ്പൊ നേരിട്ട് പഠിക്കുക. 1793 ഗവർണർ ജനറൽ ആരാണ്? അയാളെ എന്ത് ചെയ്യും? അയാളുടെ പവർ കൂട്ടാൻ വേണ്ടി പോകണ്ടായിരിക്കും. അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഒന്നുമില്ല, ചെറിയൊരു കാര്യമുണ്ട്. കാരണം 1786 മുതൽ 1793 വരെ ലോർഡ് കോൺവാലിസ് ആയിരുന്നു എന്തുണ്ടായിരുന്നത്? ഗവർണർ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത്. ആ ഗവർണർ ജനറലിന്റെ പവറാണോ കൂട്ടാൻ പോകുന്നത്, അതോ അതിന് ശേഷമുള്ള ഗവർണർ ജനറലിന്റെ പവറാണോ കൂട്ടാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ? അത് നോക്കുകയാണെങ്കിൽ സാറേ, നമ്മുടെ ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റിന് ആരാന്ന് നോക്കുക. ആ ഡേറ്റ് കിട്ടിയ എന്താ, ഈ ഗവർണർ ജനറലായി. എന്നാലും ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ 1786 മുതൽ 1793 വരെ ലോർഡ് കോൺവാലിസ് ആയിരുന്നു എന്താ, ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹം 2 കാലഘട്ടത്തിൽ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ഒന്നാമത്തെ കാലഘട്ടം ഇപ്പൊ നിങ്ങൾക്കറിയാം, എപ്പോ തൊട്ട് എപ്പോ വരെ? 1786 മുതൽ 1793 വരെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തേക്ക് പോവാം. വിച്ച് ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് വാസ് നോൺ ആസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793? ഓബിയസ്ലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793 പൊന്നപ്പനാണെങ്കിൽ തങ്കപ്പനാരാ? ദ ചാർട്ടർ ആക്ട് ഓഫ് 1793. അപ്പൊ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക? ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ. എങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ ആരായിരുന്നു? നമ്മുടെ കോൺവാലിസ് ഗവർണർ ആയിരുന്ന സമയമാണ് 1805. സർ, ഒറ്റ വർഷം പുള്ളി ഇവിടെ വന്നിട്ട് ഗാസിയാപൂരിൽ പോയി, ഇന്ത്യയിൽ അവിടെ പോയി എന്ത് ചെയ്തു? പുള്ളി തട്ടിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല, അത് അങ്ങനെ തന്നെയാണ്. എങ്കിൽ പുള്ളിയെ വീണ്ടും അപ്പോയിന്റ് ചെയ്തു ഇന്ത്യയിലെ കാര്യങ്ങൾ ശരിയാക്കാൻ. ഇന്ത്യയിലെ കാര്യങ്ങൾ ശരിയാക്കാൻ വന്ന് പുള്ളി എന്ത് ചെയ്തു? പുള്ളി മുകളിലോട്ട് പോയി. എങ്കിൽ 1805 എന്ത് ചെയ്തു? അദ്ദേഹം മരിച്ചോട്ടെ. ഓക്കെ. ലോർഡ് കോൺവാലിസിന്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1793. ഈ കാര്യങ്ങളൊക്കെ ഉള്ള ജോൺ കോൺവാലിസ് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയ മനുഷ്യനാണ്. മനസ്സിലായില്ലേ? അതെ. അദ്ദേഹത്തിന് ശേഷം വരുന്ന ആളുടെ പേരാണ് ജോൺ ഷോർ. എങ്കിൽ ഈ ജോൺ ഷോറിനാണ് ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട എന്താ, ബലം കിട്ടുന്നത്. ജോൺ ഷോർ 1793 തൊട്ട് 1798 വരെ എന്തായിരുന്നു? ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. ഓക്കെ. ലോർഡ് കോൺവാലിസിനെ പുള്ളി സക്സസും ചെയ്യുകയും അതേപോലെ ചാർട്ടർ ആക്ട് എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ടെണറിനെ വിളിക്കുന്ന പേരാണ് നോൺ ഇന്റർവെൻഷൻ ടെണർ എന്നാണ് വിളിക്കുക. അതായത് ചാർട്ടർ ആക്ട് വന്നതിന് ശേഷം ഈ ചാർട്ടർ ആക്ടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നോൺ ഇന്റർവെൻഷൻ. സർ, അപ്പൊ എന്താണ് ഈ നോൺ ഇന്റർവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പഠിക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്യൂറിങ് ഹൂസ് ടെണർ ഡസ് ദ ചാർട്ടർ ആക്ട് 1793 പാസ്ഡ്? ആരുടെ ടെണറിന്റെ സമയത്താണ് ചാർട്ടർ ആക്ട് 1793 പാസ് ചെയ്തത്? ലോർഡ് കോൺവാലിസ് അല്ല. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ആരാ? സർ ജോൺ ഷോർ ആണ്. ഓക്കെ. അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഓപ്ഷൻ ടിക്ക് ചെയ്ത് എന്ത് കിട്ടി? മാർക്ക് കിട്ടി. ഓക്കെ. എങ്കിൽ ബ്രിട്ടീഷ് പോളിസി ഓഫ് നോൺ ഇന്റർവെൻഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അത് ജോൺ ഷോർ ആണ് പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ. 1793 മുതൽ 1798 വരെയാണ്. വന്നോട്ടെ. 1819 സെഞ്ചുറിയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സർ, 18 സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1700-കളില്, 19 സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1800-കളില്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1793 അല്ലേ?
എങ്കിൽ അത് 18th സെഞ്ചുറി ആണോ 19th സെഞ്ചുറി ആണോ, സെഞ്ചുറി എന്ന് ഒരെണ്ണം കുറയ്ക്കുക. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 21ാം സെഞ്ചുറിയാണ്. ഓക്കെ, പക്ഷെ വർഷം പറയുമ്പോൾ എങ്ങനെയാ പറയാ, 2025, 21 ഒന്ന് കുറയ്ക്കുക. അപ്പൊ 18th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1700, 19th സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1800. ഇത് പ്രധാനമായി കൊണ്ടുവന്ന ആളുടെ പേരാണ് ജോൺ ഷോ. ഓക്കെ, അപ്പൊ ജോൺ ഷോ എന്ത് കൊണ്ടുവന്നു, ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല. ഇന്റർഫിയർ ചെയ്യുന്നില്ല പറഞ്ഞ അർത്ഥം എന്താ, ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കൂ, അയാൾ രാവിലെ 10 മണിക്ക് ജോലിക്ക് പോകുന്നു, വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, വീടിന്റെ ചുറ്റുവട്ടത്ത് 4 പേരുണ്ട്. അവരെ ചുറ്റുവട്ടത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, ഏത് നടക്കുന്നു ഒന്നും അറിയേണ്ട കാര്യമില്ല. അവരുടെ വീട്ടിൽ ഒരു എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒരാളെ ഉപദ്രവിക്കാതെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും, ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എനിക്ക് സൊസൈറ്റിയിലുള്ള എന്താ വല്ല ഗോസിപ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാലോ ആ പരിപാടി ഒന്നും അറിയണ്ട. അവരെ വിളിക്കുന്ന പേരാണ് നോൺ ഇന്റർവെൻഷൻ ഉള്ള ആളുകൾ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, അവര് പോകും, അവര് തിരിച്ചു വരും. എങ്കിൽ ഈ 1793 മുതൽ 1798 വരെ ബ്രിട്ടീഷർ എന്താ ചെയ്യാൻ പോകുന്നത്, നോൺ ഇന്റർവെൻഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും നേരം യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു, എന്താ മൈസൂർ യുദ്ധം അടക്കം ഒരുപാട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുതൽ എന്താ, സമാധാനം, ശാന്തി, ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ ഇടപെടുന്നില്ല, ന്യൂട്രാലിറ്റി. എന്ന് വെച്ചാൽ എന്താ, ഇനി മുതൽ ഞങ്ങൾ യുദ്ധം അങ്ങനെ ചെയ്യില്ല. സോ ബ്രിട്ടീഷുകാർ ഇനി യുദ്ധം ചെയ്യും, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവരെന്ത് ചെയ്യില്ല, യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇനി മുതൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് എന്തില്ല, വലിയ റിലേഷൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട എന്താണ്, പൈസയാണ്. ഞങ്ങൾ വരുന്നു, വ്യാപാരം നടത്തുന്നു, പൈസ കിട്ടുന്നു, നേരത്തെ ഉള്ള പ്രോബ്ലംസിനൊക്കെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, അതിന് കമ്പനി എന്താക്കുന്നു, ശക്തരാക്കുന്നു. ഇത് മാത്രമേ ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമുള്ളൂ. എങ്കിൽ ഞങ്ങൾക്ക് ടെറിട്ടോറിയൽ അക്വിസിഷൻ വേണ്ട. എന്ന് വെച്ചാൽ എന്താ, ഞങ്ങൾക്ക് ഇനി എന്താ യുദ്ധം ചെയ്തിട്ട് ഞങ്ങളുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യേണ്ട. ഞങ്ങൾ ന്യൂട്രാലിറ്റിയാണ്, ഡിപ്ലോമസിയാണ്, പീസാണ്, ശാന്തിയാണ്, സമാധാനമാണ്. അതൊരു ടെമ്പററി ആക്ടിവിറ്റിയാണ്. എപ്പോഴും ശാന്തി സമാധാനം ഇരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. എപ്പോ വരെ ആ ശാന്തി സമാധാനം ഇരിക്കുന്നത്, ഒക്കെ പുലി പതുങ്ങുന്നത് പായുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പഴഞ്ചൊല്ലുണ്ട്. പുലി എന്തിനാ മക്കളെ പതുങ്ങുന്നത്, കറക്റ്റായ സമയത്തിന് വേണ്ടിയിട്ട്. കൃത്യമായ സമയത്ത് അറ്റാക്ക് ചെയ്താൽ മാത്രം എന്ത് കിട്ടുള്ളൂ, ഇരയെ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ കമ്പനിയുടെ കയ്യിൽ പൈസക്ക് പ്രശ്നമുണ്ട്. ഓക്കെ, കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ വിചാരിച്ച പോലെയല്ല. ബ്രിട്ടീഷ് പാർലമെന്റ് വലിയ കൺട്രോൾ ഇല്ല, ഇവിടെ അഴിമതി ഉണ്ട്, ഇവിടെ മൊത്തത്തിൽ ആകെ ജഗപൊകയാണ്. എങ്കിൽ ഈ സമയത്ത് നമ്മൾ യുദ്ധവുമായിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാം മൈസൂർ യുദ്ധത്തിൽ പ്രതീക്ഷ വിജയം കിട്ടില്ല. അപ്പൊ യുദ്ധവുമായി പോയി കഴിഞ്ഞാൽ എന്ത് വരും, ഇഷ്യൂ വരും എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആദ്യം സ്വന്തമായിട്ട് ശക്തി ഉണ്ടാക്കുക, എന്നിട്ട് ലോകത്തുള്ള എല്ലാരും പോയിട്ട് എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ജോൺ ഷോർ കൊണ്ടുവന്ന പരിപാടിയുടെ പേരാണ് എന്ത്, നോൺ ഇന്റർവെൻഷൻ പോളിസി. സോറി, ഇതിൽ ഇത്രയൊക്കെ കഥ പറയാനുള്ള കാരണം എന്താ, രണ്ട് കാരണം. ഒന്ന്, നോൺ ഇന്റർവെൻഷൻ പോളിസി പ്രധാനമായും സ്റ്റാർട്ട് ചെയ്യുന്നത് ചാർട്ടർ ആക്ട് 1793 ഇത് ജോൺ ഷോർ ആണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റണം. സാർ പറഞ്ഞു മനസ്സിലായില്ല. നേരത്തെ നമ്മൾ പഠിച്ച ആക്ട് പ്രകാരം അവിടെ പ്രിവി കൗൺസിലേഴ്സ് ഉണ്ട്, ആനയുണ്ട്, ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ചേനയുണ്ട്, ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരുപാട് വലിയ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനെ മൊത്തം മാറ്റിയതിനു ശേഷം ഗവർണർ ജനറലിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയണമെങ്കിൽ ഗവർണർ ജനറലിന്റെ പവർ എന്ത് ചെയ്യണം, കൂട്ടണം, കൂട്ടണം, കൂട്ടണം. ഗവർണർ ജനറൽ പവറിൽ എന്ത് വേണം, ഇൻക്രീസ് വേണം. ഇതാണ് ഈ ആക്ട് പ്രധാനമായി ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു പോളിസി നടപ്പാക്കണമെങ്കിൽ ഗവർണർ ജനറൽ എന്ത് കിട്ടണം, പവർ കിട്ടണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ, ഇത് വേറെ എന്തോ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫാക്ട് റിലേറ്റഡ് ടു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിഫോംസ്. ഇത് വേറെ എന്തോ സംഭവമാണ്, സദ്യക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായി, മനസ്സിലായി, റിലാക്സ് ചെയ്യും. ഓക്കെ, അതിലെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ആണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് followed the policy of non-intervention. അതല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. In the regard of caste and family and changes that have marked these institutions are attributed for the most part not to any governmental action but factors of a sociological nature. ഓക്കെ, എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടുത്തെ ഫാമിലിയിലോ കാസ്റ്റിലോ ചേഞ്ചസില് നോൺ ഇന്റർവെൻഷൻ പോളിസിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്കിൽ ഫാമിലിയിൽ ഉണ്ടായ മാറ്റം, സിസ്റ്റത്തിൽ ഉണ്ടായ മാറ്റം, കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടായ മാറ്റം, സോഷ്യൽ മാറ്റം എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ആണ്, അല്ലാതെ എന്തല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആക്ഷൻ അല്ല എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യം മനസ്സിലായോ? അവിടെ നോൺ ഇന്റർവെൻഷൻ എന്നുള്ള വാക്കില്ലേ, അതിന്റെ അടിസ്ഥാനം കൂടിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട പോളിസിയായ നോൺ ഇന്റർവെൻഷനെ കുറിച്ച് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയിൽ
എന്താ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ചേഞ്ചസ് ഇൻ ബംഗാൾ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു കാര്യം പഠിക്കുമ്പോൾ എവിടെയെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചേർത്ത് പഠിക്കണം. എന്നാലേ നമുക്ക് ഒരുപാട് കണക്ഷൻ കിട്ടുള്ളൂ. എക്സാമിന് ഇമാതിരി ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ആ കണക്ഷൻ പറഞ്ഞു തന്നാണ്. ഇത്രയും മനസ്സിലായില്ലേ? നോൺ ഇന്റർവെൻഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജോൺ ഷോർ അത് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, പുള്ളിക്ക് പവർ വേണമെന്ന് വിചാരിക്കുന്നു. 1793 ആക്ടിലൂടെയാണ് ഈ പരിപാടി വരുന്നതെന്നും വിചാരിക്കുന്നു. അപ്പൊ 1793 ആക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീച്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നോൺ ഇന്റർവെൻഷൻ. അതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സിമ്പിൾ ആയി പറഞ്ഞ ഒന്നിനൊന്നും ഇല്ല, ഇടപെട്ടില്ല. പുലി പതുങ്ങുന്നത് പായാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. എന്താണ് 1793 റെഗുലേറ്റിംഗ് ആക്ടിന്റെ ചാർട്ടർ ആക്ടിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്? അപ്പൊ എന്റെ കൂടെ ഒരു റിവിഷൻ മോഡിൽ പറഞ്ഞോളൂ. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്ത് ചെയ്യുക, എന്റെ കൂടെ പറയാ. ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയ ആക്ട് വന്ന വർഷം 1773. എന്തുകൊണ്ടാണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? അവിടെ അഴിമതിയാണ്. ആരാണ് പ്രധാന അഴിമതിക്കാരൻ? റോബർട്ട് ക്ലൈവ് ആണ്. എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അഴിമതിക്കാരെ ശിക്ഷിക്കണം. അതിനുവേണ്ടി എന്തുണ്ടാക്കി? സുപ്രീം കോർട്ട് ഉണ്ടാക്കി, സുപ്രീം കൗൺസിൽ ഉണ്ടാക്കി. എവിടെ? ബംഗാളില്. എന്നിട്ട് ഒരു സുപ്രീം കോർട്ട് കൽക്കട്ടിൽ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ 1773 ആക്ടുമായി ബന്ധപ്പെട്ട് ഓർമ്മ വരുന്നില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ വർഷം എപ്പോഴായിരുന്നു? 1784. എന്തുകൊണ്ടാണ് 20 വർഷമായിട്ട് ചാർട്ടർ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു? നെക്സ്റ്റ് ആക്ട് വരേണ്ടത് 1793ലാണ്. അതിനു മുമ്പ് 1784 എന്ത് ചെയ്തു? ആക്ട് വന്നു. എന്തുകൊണ്ടാണ് ആക്ട് വന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാവുന്ന വാരണാസി പ്രശ്നമാണ്. കമ്പനിൽ മൊത്തം അഴിമതിയാണ്, ആകെ ജഗപൊക്കെയാണ്. എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒറ്റയ്ക്ക് ഭരിക്കേണ്ട. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്ക് രണ്ടായി പിരിക്കാം. ഒന്നിന്റെ പേര് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ബോർഡ് ഓഫ് കൺട്രോൾ, രണ്ടാമത്തെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് നോക്കുകയുള്ളൂ? വ്യാപാരമേ നോക്കുകയുള്ളൂ. ബാക്കി പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയും ബാക്കി യുദ്ധം ചെയ്യുന്ന ആക്ടിവിറ്റിയും ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റിയും ആര് നോക്കുന്നതായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കുന്നതായിരിക്കും. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് എന്ത് ചെയ്ത് നോക്കാൻ വേണ്ടി തുടങ്ങി. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് പവർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അത് ഇൻക്രീസ് ചെയ്യാനുള്ള ആക്ടിന്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്ന എന്ത് ആക്ട്? ഓക്കെ, എന്താ പറയാ, എന്താക്ട്? ചാർട്ടർ ആക്ട് ഓഫ് 1793. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. ഓക്കെ, നമ്മൾ ചെറിയൊരു അമെന്റ്മെന്റ് പഠിക്കുന്നുണ്ട്, അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1786. അപ്പൊ എന്തൊക്കെ നോക്കി ഇവിടെ? 1773 ആക്ട്, 1784. ഇതൊരു ആക്ട് അല്ല, ചെറിയ അമെന്റ്മെന്റ് ആണ്. ഈ അമെന്റ്മെന്റ് 1786 എന്ത് കൊടുത്തു? ഗവർണർ ജനറലിന്റെ പവർ കൂട്ടി. 1786 ആരാണ് മക്കളെ ഗവർണർ ജനറൽ? നമ്മുടെ ലോർഡ് കോൺവാലിസ് ആണ്. ഇതുകൊണ്ടാണ് കോൺവാലിസിന്റെ കാര്യം ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോൺവാലിസിനും അവരുടെ കൗൺസിലിന്, അതായത് ഗവർണർ ജനറലിന്റെ കീഴിലുള്ള കൗൺസിലിന്, ഗവർണർ ജനറലിന്റെ കീഴിൽ ഒരു കൗൺസിൽ ഉണ്ട്. ഈ കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് 1784 ആക്ടിലാണ്. അതിനെ വിളിക്കുന്ന ആ ഒരു കൗൺസിലാണ് എന്ത് ചെയ്യുക? ഈ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗവർണർ എടുക്കുന്ന തീരുമാനം എല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ കൗൺസിലിനെ ഓവർ റൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ കൗൺസിൽ എല്ലാവരും പറഞ്ഞു എന്ത്? ഓക്കെ, പക്ഷെ ലോർഡ് കോൺവാലിസ് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട് ഓക്കെ എന്ന് പറയാൻ വേണ്ടി പറ്റും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചില ഇമ്പോർട്ടന്റ് ആയ സന്ദർഭങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ അത് ഒരു ആക്ട് ആയിട്ടല്ല, ഒരു അമെന്റ്മെന്റ് ആക്ട് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ലോർഡ് കോൺവാലിസിനും ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്, ലോർഡ് ജോൺ ഷോറിനും ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഇതൊരു ആക്ട് ആയിട്ട് കൂടുതൽ പവർ കൊടുത്തത് 1786 1793 ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എപ്പോഴാ? 1793. ഓക്കെ, 1793 കൂടുതൽ പവർ കൊടുത്തു. ലോർഡ് കോൺവാലിസിന് പവർ ഉണ്ടായിരുന്നു, ഒരു ആക്ട് ആക്കി മാറ്റിയിട്ടില്ല. ഇത്രയും കാര്യം മനസ്സിലേക്ക് വന്നോ? 1786 1793 തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, ഒരു 1790 എത്തിയ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? പതുക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അഴിമതിയൊക്കെ ഒന്ന് നിർത്തിവെച്ച് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നു. കുറച്ച് കൺട്രോൾ ഒക്കെ വന്നതിന് ശേഷം പൊളിറ്റിക്കലിയും ഫിനാൻഷ്യലി എന്തായി? അവർ കുറച്ച് ബെറ്റർ ആയി. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കടമൊക്കെ പോയി. കുറച്ച് ബെറ്റർ ആയ സമയത്ത് അവരുടെ കയ്യിൽ കുറച്ച് പൈസ വരുന്നുണ്ട്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറഞ്ഞ് ഇത്രയും കാലം ഞങ്ങളുടെ പൈസ എടുത്തു, 1600 തൊട്ട് ഈ 1790 വരെ ഞങ്ങളുടെ പൈസ എടുത്തിട്ട് ഒരു പൈസ കൂടി തിരിച്ചു തന്നിട്ടില്ല.
വന്നിട്ടില്ല. ഇത് ആരുടെ പൈസയാ? ബ്രിട്ടനിലെ ജനങ്ങളുടെ പൈസയാണ്. ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. നിനക്ക് ഞാൻ എത്രയും പൈസ തന്നിട്ട് നീ അവിടെ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല, തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ നിന്റെ പുറത്ത് ഞാൻ കൺട്രോൾ വരും. ഇനി മുതൽ നീ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരണം. അതേപോലെ നിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് അറിയണം. ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരണം. അതായത് ഇത്രയും കാലം നീ ചെയ്ത അഴിമതി പ്രകാരം അതിനുശേഷം എന്താ പറയാ പൈസ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തൽക്കാലത്തേക്ക് യുദ്ധം ഒന്നും ചെയ്യണ്ട, നോൺ ഇന്റർവെൻഷൻ പോളിസി കൊണ്ടുവരിക. അതിനാണ് ഗവർണർ ജനറലിന്റെ പവർ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇമ്പോസ് മോർ കൺട്രോൾ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? സിമ്പിൾ ആണ്. ഗവർണർ ജനറലിന്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട പരിപാടി എന്താ? നോൺ ഇന്റർവെൻഷൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നോൺ ഇന്റർവെൻഷൻ ചെയ്യുന്നത്? കിട്ടിയ പ്രോഫിറ്റും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പൊ എപ്പോഴാണ് കമ്പനി പ്രോഫിറ്റിലേക്ക് വരുന്നത്? 1790s. അതിനു മുമ്പ് കമ്പനി പ്രോഫിറ്റിലല്ല. കിട്ടുന്ന പൈസ മുഴുവൻ ആരെടുത്തുകൊണ്ട് പോയി? കമ്പനിയിലെ ആളുകൾ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഇതിൽ ഇടപെടുന്നത്. ഇത്രയും കാര്യം നന്നായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇത്രയും കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? അതെ, എങ്കിൽ അടുത്തത് പിടിച്ചോ. ഓക്കെ, എങ്കിൽ അടുത്തത് പിടിച്ചോ. ചാർട്ടർ ആക്ട് 1793 പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് അതിൽ ഉള്ളത്? അതിൽ നമുക്ക് പൊളിറ്റിക്കൽ, എക്കണോമിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പൊളിറ്റിക്കൽ, രണ്ടാമത്തെ കാര്യം എക്കണോമിക്, മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ്, നാലാമത്തെ ജുഡീഷ്യൽ. എങ്കിൽ അത് നമുക്ക് 4 കൂടി പഠിച്ചാലോ? പഠിക്കാം. എന്താ മാറാത്ത? ഓക്കെ. അപ്പൊ പൊളിറ്റിക്കൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ പ്രൊവിഷൻസ് ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ റോൾ എന്തായി? ചേഞ്ച് ആയി. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ഭരിക്കുക? ബ്രിട്ടീഷ് പാർലമെന്റ് അനുകൂലമായിട്ടായിരിക്കും ഭരിക്കുക. അവർക്ക് സ്വന്തമായിട്ട് ഭരണ സ്വാതന്ത്ര്യമില്ല. ഓക്കെ, ബ്രിട്ടീഷ് ക്രൗൺ രാജാവായിരിക്കും കാര്യങ്ങളെല്ലാം ഭരിക്കാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ ഗവർണർ ജനറൽ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ രാജാവിന്റെ അനുമതി വേണം. ഓക്കെ, പ്രസിഡൻസീസ്, പ്രവിശ്യ എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊവിയൻസ് എന്ന് പറയും. അക്കാലത്തെ പ്രധാനപ്പെട്ട 2 പ്രവിശ്യയാണ്. ഒന്ന് മദ്രാസ്, ഒന്ന് ബോംബെ. ഓക്കെ, അപ്പൊ മദ്രാസ്, ബോംബെയിൽ എന്താ? പ്രസിഡൻസിയിലുള്ള ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ആരോട് ചോദിക്കണം? രാജാവിനോട് ചോദിക്കണം. കമാൻഡർ ഇൻ ചീഫ്, യുദ്ധം ചെയ്യാനുള്ള ആളെ വിളിക്കുന്നവരാണ് കമാൻഡർ ഇൻ ചീഫ്. അത് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ആരോട് ചോദിക്കണം? രാജാവിനോട് ചോദിക്കണം. രാജാവ് ആരോട് ചോദിക്കും? ബ്രിട്ടീഷ് പാർലമെന്റിനോട് ചോദിക്കും. അപ്പോ പ്രധാനപ്പെട്ട പോസ്റ്റ് മുതൽ ഗവർണർ ജനറൽ കൊണ്ടുവരുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ്. ഗവർണേഴ്സിനെ മദ്രാസിലും ബോംബെയിലുള്ള ഗവർണേഴ്സിനെ കൊണ്ടുവരുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ്. കമാൻഡർ ഇൻ ചീഫിനെ വെക്കുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ്. ഇതിന് മുഴുവൻ കമ്പനി ആരോട് ചോദിക്കണം? രാജാവിന്റെ ചോദിക്കണം. രാജാവേ ഇവർ വെച്ചോട്ടെ എന്ന്. അപ്പൊ രാജാവ് പറയും അവരെ വെക്കാൻ പറ്റില്ല, ബ്രിട്ടീഷ് പാർലമെന്റ് ഒരാളെ പട്ടുണ്ട്, അയാൾ എന്ത് ചെയ്യുക? വെക്കുക. ഇപ്പോൾ കമ്പനിയുടെ വലിയൊരു കൺട്രോൾ ബ്രിട്ടീഷ് പാർലമെന്റ് കയ്യിൽ വന്നില്ലേ? വന്നു. ഇനി ഗവർണർ ജനറൽ പനിയാണ്. എന്തു പറ്റി സാറേ? ഓക്കെ, പനി വരാലോ, മഴ കൊണ്ടു എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഗവർണർ അവിടെ ഇല്ല, ഗവർണർ ജനറൽ അവിടെ ഇല്ല, ബംഗാളിൽ അവിടെ ഇല്ല, കുറച്ച് ദിവസം എന്താ വേറെ എവിടെയോ പോയിരിക്കുകയാണ്. എന്ത് ചെയ്യും? ഒരു വൈസ് പ്രസിഡന്റിനെ വെക്കാവുന്നതാണ്. എവിടെ നിന്ന്? സിവിലിയൻ കൗൺസിൽ മെമ്പർ എന്ന്. അപ്പൊ സിവിലിയൻ കൗൺസിൽ മെമ്പർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൗൺസിൽ ഉണ്ടോ സാറേ? ഓബിയസ്ലി കമാൻഡർ ഇൻ ചീഫിന്റെ കയ്യിലൊന്നുണ്ടാവും, ആർമിയുടെ മെമ്പേഴ്സ് ഉണ്ടാവും. ആർമി അല്ല നമുക്ക് വേണ്ടത്, ഗവർണർ ജനറൽ ഒരു കൗൺസിൽ ഇല്ലേ? ആ കൗൺസിലിൽ നിന്ന് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈസ് പ്രസിഡന്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, പൊളിറ്റിക്കൽ പ്രൊവിഷൻ മനസ്സിലായല്ലേ? പൊളിറ്റിക്കൽ പ്രൊവിഷൻ നമ്പർ 1, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി മുതൽ എന്തായിരിക്കും? ബ്രിട്ടീഷ് രാജാവിന് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല. ദർ ഈസ് നോ സോവറിനിറ്റി. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ഏതൊക്കെയാ? ബംഗാളിലെ ഗവർണർ ജനറൽ, മദ്രാസ് ആൻഡ് ബോംബെയിലെ ഗവർണേഴ്സ് ആൻഡ് കമാൻഡർ ഇൻ ചീഫ്. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആരോട് ചോദിക്കണം? രാജാവിനോട് ചോദിക്കണം. 3, ബംഗാളിലെ ഗവർണർ ജനറൽ ആബ്സെന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൗൺസിലിൽ നിന്ന് ഒരാളെ എന്താക്കി മാറ്റാൻ പറ്റും? വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. ഇത് പ്രവിശ്യയും എന്താ നാട്ടുരാജ്യം മനസ്സിലാക്കുന്ന വേണ്ടിയിട്ട് ഒരു 1860 മാപ്പാണ്. ഇത് തന്നെയാണ് ഏകദേശം നമുക്ക് കുറെ കാലമായിട്ട് പഠിക്കാനുള്ളത്. എങ്കിൽ പിടിച്ചോ. ഇവിടെ മഞ്ഞ നിറത്തിൽ ഹൈദരാബാദ് കാണുന്നില്ലേ?
അത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ, നാട്ടുരാജ്യമായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ഒരു രാജാവ് ഉണ്ടാവും, ആ രാജാവായിരിക്കും അവിടെ ഭരിക്കുക. ബ്രിട്ടീഷർ എന്ത് ചെയ്യും, അവിടെ ഒരു റെസിഡന്റിനെ വെച്ചിട്ട് ഇൻഡയറക്ട്ലി ഭരിക്കുന്നതായിരിക്കും. ഇവിടെ ആഷ് കളർ കാണുന്നില്ലേ, അതിന്റെ പേരാണ് ബ്രിട്ടീഷ് പ്രൊവിയൻസ്. അതില് ഇവിടെ താഴെ നമ്മുടെ ട്രാവൻകൂറിന്റെ അടുത്ത് മദ്രാസ് കാണുന്നില്ലേ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രൊവിയൻസ് അല്ലെങ്കിൽ പ്രവിശ്യ. ഇവിടെ ബോംബെ കാണുന്നില്ലേ, അത് പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യ. ഇവിടെ ബംഗാൾ കാണുന്നില്ല, അത് പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യ. സർ വേറെയും പ്രവിശ്യ ഉണ്ടല്ലോ, യുണൈറ്റഡ് പ്രവിശ്യ ഉണ്ട്, സെൻട്രൽ പ്രവിശ്യ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, സിന്ധ് ഉണ്ട്, ഒക്കെ ഇങ്ങനത്തെ ഒരുപാടുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്, അങ്ങനത്തെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 3 പ്രവിശ്യയാണ് ഉണ്ടാവുക. പ്രവിശ്യ നമ്പർ 1 ബംഗാൾ, പ്രൊവിയൻസ് നമ്പർ 1 ബംഗാൾ, പ്രൊവിയൻസ് നമ്പർ 2 മദ്രാസ്, പ്രൊവിയൻസ് നമ്പർ 3 ബോംബെ. ഈ 3 സ്ഥലങ്ങളാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രവിശ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹിസ്റ്ററിയിൽ മുഴുവൻ ഈ 3 സ്ഥലങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാര്യം നോക്കാം. അപ്പൊ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ മാറ്റിയത് കൊണ്ട് എന്താണ് ഇമ്പാക്ട് വന്നിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഒന്ന്, കമ്പനിയുടെ റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗണിന്റെ, ബ്രിട്ടീഷ് രാജാവിന്റെ റൂളിന്റെ എക്സ്റ്റൻഷൻ ആണ്, അല്ലാതെ കമ്പനി സ്വന്തമായി ഭരിക്കുകയല്ല. മനസ്സിലായി? ഓക്കെ. മദ്രാസും ബോംബെയിലെ ഗവർണേഴ്സിന് പ്രതീക്ഷ പോലെ എന്തില്ല, ഇൻഡിപെൻഡൻസ് ഇല്ല. എന്ന് വെച്ചാൽ എല്ലാവരും ആര് പറയുന്നത് കേൾക്കണം, ഗവർണർ ജനറൽ പറയുന്നത് കേൾക്കണം. എവിടത്തെ, ബംഗാളിലെ ഗവർണർ ജനറൽ പറയുന്നത് കേൾക്കണം. ബംഗാളിലെ ഗവർണർ ജനറലാണ് ഏറ്റവും കൂടുതൽ പവർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഗവർണർ ജനറലിന് ഓവർ റൈഡിങ് അതോറിറ്റി ഉണ്ട്. അതായത് ഗവർണർ ജനറലിന്റെ കീഴിലുള്ള കൗൺസിൽ എന്തെങ്കിലും പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റി പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ബ്രിട്ടീഷ് കൺട്രോൾ ഇന്ത്യൻ ടെറിട്ടറിയിൽ എന്ത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു. അത് വെച്ചാൽ രാജാക്കന്മാരെ തോൽപ്പിച്ചതാണോ? അല്ല. ഓക്കെ, ബ്രിട്ടീഷ് എന്ന രാജ്യത്തിന്റെ കൺട്രോള് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കമ്പനിയുടെ ടെറിട്ടറീസ് എന്ത് ചെയ്തു, കൂടുതലാക്കി മാറ്റി. ഓക്കെ, ഡ്യുവൽ സ്ട്രക്ചർ എന്തായി, റീഇൻഫോഴ്സ് ചെയ്തു. ഡ്യുവൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ, ഇരട്ട ഭരണം, 2 വിഭാഗമാണ് ഭരിക്കുക. എന്തൊക്കെയാണ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതേപോലെ എന്താ, ബോർഡ് ഓഫ് കൺട്രോൾ. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ബോർഡ് ഓഫ് കൺട്രോൾ ഏതിലാ കൊണ്ടുവന്നത്, പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, വർഷം എപ്പോഴാ, 1784. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ ഈ ചാർട്ടർ ആക്ട് 1793 ഗവർണർ ജനറലിന് എന്തു പറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഈ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു, ജോൺ ഷോർ ആയിരുന്നു. നമുക്കറിയില്ലേ, ഈ ജോൺ ഷോറിന് ഒരുപാട് പവർ കിട്ടിയ, പവർ കിട്ടി. എങ്കിൽ ഇദ്ദേഹം എന്ത് പറഞ്ഞു, ഇനി കൗൺസിലിന് അതീതമായി അദ്ദേഹം എന്ത് ചെയ്യും, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ഇതാണ് ജോൺ ഷോർ. ഓക്കെ, അപ്പൊ പുള്ളി എന്ത് പറഞ്ഞു, ആക്ച്വലി ഈ ആക്ട് പ്രകാരം അദ്ദേഹത്തിന്റെ പവർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാത്രമല്ല എക്സിക്യൂട്ടീവും ആയിരിക്കും. എന്താണ് സാറേ അഡ്മിനിസ്ട്രേറ്റീവ്, എന്താണ് സാറേ എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുക, എല്ലാവരോടും ചോദിക്കുക, നന്നായിട്ട് വർക്ക് നടക്കുന്നില്ലേ, കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നില്ലേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴെ എടുക്കും, താഴെ 1, 2, 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആക്ച്വലി, എൻഫോഴ്സ് ഡിസിഷൻസ്, എടുത്ത ഡിസിഷൻസ്, എന്റെ തീരുമാനങ്ങളെ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർ കേൾക്കണം. മാനേജ് പ്രസിഡൻസീസ്, തൊട്ട് താഴെയുള്ള തൊട്ട് താഴെയുള്ള ബോംബെ, മദ്രാസ് തുടങ്ങിയ പ്രവിശ്യകൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ, ഗ്രേറ്റർ ഓട്ടോണമി ഉണ്ട്, സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള വളരെ ഓട്ടോണമി ഉണ്ട്. എങ്കിൽ ബ്രിട്ടീഷ് പവർ ഈ ആക്ടിലൂടെ സെൻട്രലൈസ് ചെയ്യപ്പെടുകയാണ്. സർ അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം, ഇപ്പോൾ നമ്മൾ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ പവറും എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോണ പവർ സിസ്റ്റത്തിന്റെ പേരെന്താ, ഡൽഹി. ഡൽഹിയിലല്ലേ എല്ലാ പവറും ഉള്ളത്, അവിടെയല്ലേ പാർലമെന്റ് ഉള്ളത്. അതേപോലെ അന്നത്തെ കാലത്ത് ബംഗാൾ ഉണ്ട്, എന്താ, മദ്രാസ് ഉണ്ട്, ബോംബെ ഉണ്ട്, ബാക്കി ചെറിയ ചെറിയ പ്രവിശ്യകളുണ്ട്. എന്നൊക്കെ ഉണ്ടായിരുന്നാലും പവർ സെന്റർ പവർ എവിടെയാ, ബംഗാളിലായിരിക്കും. ആ സെന്റർ പവർ നേതൃത്വം നൽകുന്ന ആരാ, ഗവർണർ ജനറൽ ആയിരിക്കും. ആ ഗവർണർ ജനറൽ എന്തൊക്കെ ചെയ്യാം, അദ്ദേഹത്തിന്റെ ഡിസിഷൻസ് ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യാവുന്നതാണ്, പറഞ്ഞ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ബാക്കി പ്രവിശ്യകൾ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യിപ്പിക്കാവുന്നതാണ്. കൂടുതലായിട്ടുള്ള ഓട്ടോണമി ഉണ്ട്. ഈ ഓട്ടോണമിയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താ, ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ഇത് ആദ്യമായിട്ട് കിട്ടിയ ഗവർണർ ജനറൽ ആരാ, ലോർഡ് കോൺവാലിസ്
ആണ്. എപ്പോഴാണ് കിട്ടിയത്? 1786. അതൊരു ആക്ട് ആണോ, അതൊരു അമെന്റ്മെന്റ് ആണോ, ഒരു ഭേദഗതിയാണോ? അതൊരു ഭേദഗതിയാണ്. ഓക്കെ, ഈ ആക്ടിലൂടെ 1793 ആക്ടിലൂടെ അത് ഇനി മുതൽ ജോൺ ഷോറിന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ ഗവർണർ ജനറലിനും, അത് ഏത് ഗവർണർ ജനറൽ ആയിക്കോട്ടെ, ആ ഗവർണർ ജനറൽ എല്ലാവർക്കും എന്തുണ്ടാവും? ഇതേ പവർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് ആണ് 1793 എന്ത് ആക്ട്? ഓക്കെ, ചാർട്ടർ ആക്ട്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. എങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്താലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓതറൈസ് ദ ഗവർണർ ജനറൽ ടു ഓവർറൈഡ് ഹിസ് കൗൺസിൽസ് ഇൻ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ? താഴെ പറയുന്നതിൽ ഏത് ആക്ട് ആണ് ഗവർണർ ജനറലിന് അദ്ദേഹത്തിന്റെ കൗൺസിലിനെ ഓവർറൈഡ് ചെയ്യാനുള്ള എന്ത് കിട്ടിയത്? പവർ കിട്ടിയത്? എപ്പോ? ബ്രിട്ടീഷ് എംപയർ, അതായത് ബ്രിട്ടനിലെ എന്താണ് ആക്ച്വലി എംപയർ, രാജാവും പാർലമെന്റും ബ്രിട്ടൻ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിന് എതിരായിട്ട് കമ്പനി പോകുന്നുണ്ടെങ്കിൽ. ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും പറഞ്ഞ്, ആൻസർ ഞങ്ങൾക്ക് അറിയാം ഏതാ? ചാർട്ടർ ആക്ട് ഓഫ് 1793. ഓപ്ഷൻ എ ടിക്ക് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയും കിട്ടിയില്ലേ? പൊളിറ്റിക്കൽ കഴിഞ്ഞാൽ അടുത്ത പരിപാടിയുടെ പേരാണ് എക്കണോമിക്. എക്കണോമിക് എന്ന് വെച്ചാൽ എന്താ? ഫുൾ പൈസ. അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞോ, കമ്പനിക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? മോണോപ്പൊളി ഉണ്ട്. അത് എത്ര വർഷത്തേക്ക് ഇൻക്രീസ് ചെയ്തു? 20. അപ്പൊ എന്റെ കൂടെ വീണ്ടും എന്റെ കൂടെ ചോദ്യം, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാ. 1793 റിന്യൂ ചെയ്തത് എങ്കിൽ അടുത്ത ആക്ട് എപ്പോഴായിരിക്കും? 1813. എന്തുകൊണ്ടാ? 20 വർഷത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ അത് കിട്ടിയില്ലേ? കിട്ടി. ഇനി ഇത്രയും കാലമായിട്ട് പേയ്മെന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇനി മുതൽ ഒരു ഫിക്സഡ് സം എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്റ് കൊടുക്കണം, ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുക്കണം. എത്രയാണ് സാറേ ഫിക്സഡ് സം? 5 ലക്ഷം പൗണ്ട്. ഓക്കെ, 5 ലക്ഷം പൗണ്ട് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ എന്ത് ചെയ്യണം? 5 ലക്ഷം പൗണ്ട് കൊടുക്കണം. സാർ, ഇന്ത്യയിൽ നിന്ന് അത്ര വരുമാനം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. 5 ലക്ഷം പൗണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? അവിടെ കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരാള് വെച്ചിട്ടുണ്ട്. അവർ പ്രധാനമായിട്ട് ലണ്ടനിലാണ് ഇരിക്കുന്നത്. അവരുടെ സാലറി, അവരുടെ പെൻഷൻ എല്ലാം എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് വാങ്ങിയെടുക്കണം. ഓക്കെ, എങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇവർക്ക് പൈസ കൊടുക്കേണ്ടത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. ലണ്ടനിൽ കുറച്ച് ഉദ്യോഗസ്ഥർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലണ്ടനിലെ കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെയുള്ള അവരുടെ കമ്പനിയായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യണോ എന്ന് നോക്കുന്നതായിരിക്കും. ഓക്കെ, അത് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരായ നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മുടെ പൈസ കൊണ്ട് അവർക്ക് സാലറി കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? സാർ, മനസ്സിലായില്ലല്ലോ. അതായത് US ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി, US നമുക്ക് കമ്പനിയുടെ പേരെടുക്കാം, എന്താ? മൈക്രോസോഫ്റ്റ് എടുക്കാം. ആ മൈക്രോസോഫ്റ്റിന് ഇന്ത്യയിൽ നിന്നുണ്ട് ഒരു ശാഖയുണ്ട്. അപ്പൊ ഇന്ത്യയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കമ്പനി എന്താ? അഴിമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ US കമ്പനി പറഞ്ഞു, നിങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞങ്ങളൊരു 10 അംഗ സംഘത്തെ എവിടെ വെക്കുന്നുണ്ട്? US വെക്കുന്നുണ്ട്. അവരിവിടുത്തെ അഴിമതി നോക്കുന്നതായിരിക്കും. ഇത് അവരുടെ ഇന്റേണൽ പ്രോബ്ലം അല്ലേ? ആ 10 അംഗ സംഘത്തിന്റെ സാലറിയും പ്രൊവിയൻസും അവരെന്താ? അവർക്ക് എന്തെങ്കിലും ചെലവുണ്ടെങ്കിലും ചായ കുടിക്കണം എല്ലാം ഇന്ത്യക്കാരുടെ ടാക്സ് എടുത്തോണ്ട് പോകുന്നു പറഞ്ഞാൽ അത് ശരിയാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഓക്കെ, എന്നൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്കിൽ ഇന്ത്യക്കാരുടെ പൈസ ആരോ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മൾ നമ്മുടെ പേഴ്സിൽ പൈസ വെച്ചിരിക്കുന്നു. പേഴ്സ് എന്ത് ചെയ്യുന്നു? ആക്ച്വലി ചോർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ചോർന്നുള്ള വാക്കെന്താ? ഡ്രൈൻ. ഓക്കെ, അപ്പൊ ഡ്രൈനിങ് ഓഫ് ഇന്ത്യൻ മണി എന്ന് വെച്ചാൽ എന്താ? ചോർച്ച. ഇന്ത്യൻ മണിയുടെ ചോർച്ച വരാൻ പോകുന്ന ഒരു ആക്ട് ആണ് എന്ത്? 1793 എന്ത്? ചാർട്ടർ ആക്ട്. ഈ ചോർച്ചയെ കുറിച്ച് പഠിക്കുന്ന മഹാനായ വ്യക്തിയുടെ പേരാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയെ കുറിച്ച് നമുക്ക് വേറെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കാം. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ബോർഡ് ഓഫ് കൺട്രോളിന്റെ പൈസ എവിടെ കിട്ടും? ഇന്ത്യക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഇന്ത്യക്കാരുടെ പൈസ പിരിച്ചിട്ട് 5 ലക്ഷം രൂപ എന്ത് ചെയ്യണം? അവിടേക്ക് കൊടുക്കണം എന്നും പറഞ്ഞു. ഇത്രയും കാലമായപ്പോ കമ്പനി എന്താണ് ആക്ച്വലി ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചെയ്യും? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഡൺ അല്ലേ? ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് പരിപാടി. ഈ ആക്ട് പ്രിവിലേജ് ട്രേഡ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. അതെന്താ സാറേ പ്രിവിലേജ് ട്രേഡ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ? കൺട്രി ട്രേഡ് അല്ലെങ്കിൽ പ്രിവിലേജ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വളരെ സിമ്പിൾ ആയ കാരണമാണ്. ഓക്കെ, ഒന്ന്, അഴിമതി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ അഴിമതിയുള്ള ആളുകൾക്ക് എന്ത് കൊടുത്ത്?
എന്താ പരിപാടി എന്താ, അവരുടെ അഴിമതിയൊക്കെ പിടിച്ച് ഓക്കെ അവരിവിടെ ഇരുത്തിയതിനു ശേഷം അവരെ കൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പെർമിഷൻ ഇല്ലാതെ പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അതായത് എസ്പെഷ്യലി എന്ത് ചെയ്യരുത്, വീട്ടിലേക്ക് പോകരുത്. അതെന്തുകൊണ്ടാ, ഇവിടെ കിട്ടിയ പൈസ മുഴുവൻ എവിടെ കൊണ്ടുപോയ ചെലവാക്കുക, ബ്രിട്ടനിൽ കൊണ്ടുപോയ ചെലവാക്കുക അല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ അവരുടെ എന്തില്ല, അഴിമതിക്ക് വകയില്ല. എങ്കിൽ അവരൊക്കെ വളർന്ന് വിഷമിച്ച് എന്ന് പറഞ്ഞ് ഇത്രയും ദൂരത്ത് വന്നിട്ട് ബ്രിട്ടൻ എന്ന് ഇവിടുത്തെ ചൂടിലും കാറ്റിലും ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ വർക്ക് ചെയ്യുക എന്ന് കമ്പനിയുടെ ആളുകൾ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, ആ ഇപ്പൊ ശരിയാക്കി തരാവുന്ന പരിപാടിയുടെ പേരാണ് പ്രിവിലേജ് ട്രേഡ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ്. പ്രിവിലേജ് ട്രേഡ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഡിവിജ്വൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പറ്റും. സാർ അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം, വീണ്ടും നമുക്ക് മൈക്രോസോഫ്റ്റിന് എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്, നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിലും വർക്ക് ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ട് ലൈസൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, വേറെയും കട തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോ അതേ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും നോക്കി എവിടെയാണ് കൂടുതൽ പൈസ കിട്ടുക. അപ്പൊ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, കഞ്ചാവ് ബിസിനസ് ആണ് ഏറ്റവും നല്ല ബിസിനസ്. ഓക്കെ, അപ്പൊ കഞ്ചാവിന്റെ ഒരു വെറൈറ്റിയാണ് ഒപ്പിയം. നേരിട്ട് നമുക്ക് എവിടെ കൊടുക്കുക, ചൈനയ്ക്ക് കൊടുക്കുക. ചൈനയിലുള്ള ആളുകൾക്ക് ഒപ്പിയമില്ലാതെ എന്ത് ചെയ്യില്ല, പറ്റുകയും ഇല്ല. അങ്ങനെ ഈ കൺട്രി ട്രേഡ് അല്ലെങ്കിൽ പ്രിവിലേജ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് എന്ത് ട്രേഡിന് സ്റ്റാർട്ട് ചെയ്തു, ഒപ്പിയം ട്രേഡിന് സ്റ്റാർട്ട് ചെയ്തു. എവിടേക്ക്, ചൈനയിലേക്ക്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് പുറത്തു പോകണമെങ്കിൽ ബുദ്ധിമുട്ടില്ലേ, ഉണ്ട്. അപ്പൊ പെർമിഷൻ ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് പെർമിഷൻ ഒന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. ഓക്കെ, ഇവിടുന്ന് കിട്ടിയ പൈസ മുഴുവൻ എന്ത് ചെയ്യണം, വീട്ടിൽ പോയി ചെലവാക്കണം. അപ്പൊ എന്ത് ചെയ്യുക, റിസൈൻ ചെയ്തിട്ട് പോവുക. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയി കാര്യങ്ങൾ. ഓക്കെ, അഴിമതി എന്ത് ചെയ്യാൻ പോവാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, എങ്കിൽ ഈ കിട്ടിയ പൈസ മുഴുവൻ ബ്രിട്ടനിലേക്ക് കൊടുത്തത് ഇന്ത്യക്കാരല്ലേ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്, എങ്കിൽ ഹോം ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനുള്ള ഗവൺമെന്റ്. ഓക്കെ, അവരുടെ പൈസ മുഴുവൻ പേ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് എന്നാണ്. എങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഡ്രൈനിങ് ഓഫ് എക്സ്ചക്കർ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് സാർ ഈ ഡ്രൈനിങ് ഓഫ് എക്സ്ചക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ചക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സംഭവത്തിന്റെ പേരാണ് എന്ത്, നമ്മുടെ ഖജനാവ് ചോരുന്നു, ഖജനാവ് കാലിയാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഖജനാവിലല്ലേ പൈസ വെക്കുക, ഈ പൈസ ചോർന്നു പോകുന്നു, ട്രെയിൻ ചെയ്തു പോകുന്നു. ഇന്ത്യക്കാർ കൊടുക്കുന്ന പൈസ മുഴുവൻ എങ്ങോട്ടാ ചോർന്നു പോകുന്നത്, ബ്രിട്ടനിലേക്ക്. ഈ പരിപാടി അവർ അവസാനിപ്പിച്ചത് എപ്പോഴാ, 1919. സോ 1919 ചോർച്ച അവസാനിപ്പിച്ച, അപ്പൊ എല്ലാ വർഷം തീർന്നില്ലേ, എല്ലാ വർഷം തീർന്നില്ലല്ലോ, സ്വാതന്ത്ര്യം വേണ്ടേ. ഓക്കെ, അപ്പൊ ദാദാഭായ് നവറോജിയുടെ പ്രവർത്തനം മൂലം ഉണ്ടായ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്താ, 1919 ആയപ്പോ ഈ പരിപാടി ഹോം ഗവൺമെന്റിന്, ബ്രിട്ടനിലെ ഹോം ഗവൺമെന്റ് ഇന്ത്യക്കാരുടെ പൈസ കൊടുക്കുന്ന പരിപാടി എന്ത് ചെയ്തു, അവര് നിർത്തി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ. ഇത് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാ, 1793 ആക്ടിലാണ്. ഓക്കെ, എങ്ങനെ ബോർഡ് ഓഫ് കൺട്രോളിന്റെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അത് എപ്പോ നിർത്തി, 1919 നിർത്തി. പ്രിവിലേജ് ട്രേഡ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് എന്ന് വെച്ചാൽ എന്താ, ചൈനയിലേക്ക് ഒപ്പിയം ട്രേഡ് നടത്തുന്നു. അത് നടത്താൻ ആർക്ക് ലൈസൻസ് കിട്ടും, ഇൻഡിവിജ്വൽസ്, അതായത് പ്രത്യേക വ്യക്തികൾക്ക്, കമ്പനിയുടെ എംപ്ലോയീസ് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ട് അങ്ങനെ കിട്ടാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്, ഒന്ന് അഴിമതിയില്ല, രണ്ട് അവർക്ക് എങ്ങാനും ഇന്ത്യ വിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, പെർമിഷൻ വാങ്ങുകയും വേണം. പെർമിഷൻ വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, റെസിഗ്നേഷൻ ആയി കണക്കാക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ. ഇതാണ് ബ്രിട്ടന്റെ കൺട്രി ട്രേഡ് പോളിസി. ഓക്കെ, അപ്പൊ 3 കൺട്രി ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒന്ന് ബ്രിട്ടൻ, 2 ഇന്ത്യ, 3 ചൈന. ബോംബെ, കൽക്കട്ട, പാട്ന, 1, 2, 3 അവിടെ ഇട്ടിട്ടില്ലേ. ബോംബെ, കൽക്കട്ട, പാട്ന എന്നീ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒപ്പിയം എടുക്കും. ഒപ്പിയം എന്ന് വെച്ചാൽ വലിയൊരു കഞ്ചാവ് സിറ്റുവേഷൻ ആണ്. അത് വലിച്ചു കഴിഞ്ഞാൽ വലിയൊരു പുക വരും. പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടൊന്നും അറിയില്ല, ഒരു ഹുക്ക പോലെ സാധനം ഉണ്ടാവും, അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വലിയൊരു പുക വരും. ഇത് ചൈനക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുക, ഇതെല്ലാം എടുത്തിട്ട് എന്ത് കൊടുക്കുക, ചൈനയിലേക്ക് കൊടുക്കുക. ചൈനയ്ക്ക് ഒപ്പിയം കിട്ടില്ല, ചൈന എന്ത് ചെയ്യുന്നതായിരിക്കും, അവിടുന്ന് ചായ, സിൽക്ക്, പ്രൊക്കാലിൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യും, തരുന്നതായിരിക്കും. അപ്പൊ ചൈനീസ് ടീ നമ്പർ 1 ടീ ആണ് ഇന്ത്യൻ ടീ കഴിഞ്ഞാൽ. അതേപോലെ സിൽക്കിന്റെ രാജ്യമാണ് എന്ത്, ചൈന. അതൊക്കെ കിട്ടും, കൂടെ എന്ത് കിട്ടും, പൈസയും കിട്ടുന്നതായിരിക്കും. അപ്പൊ ബ്രിട്ടൻ എന്താ പരിപാടി, ഇന്ത്യയിൽ നിന്ന് സാധനം എടുക്കുക, ചൈനയ്ക്ക് കൊടുക്കുക. ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് ഈ ഒപ്പിയം എടുത്തിട്ട് ഒപ്പിയത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യ കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് വരുന്നത്. ബ്രിട്ടനിൽ ഒപ്പിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ബ്രിട്ടൻ മുകളിലല്ലേ, അവിടുത്തെ കാലാവസ്ഥ അതിനെന്തല്ല, അനുകൂലമല്ല. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ എന്താണ്, അനുകൂലമാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. എങ്കിൽ ഇന്ത്യക്കാർക്ക് കിട്ടേണ്ട പൈസ മുഴുവൻ ആരെടുത്തോണ്ട് പോയി, ബ്രിട്ടൻ എടുത്തുകൊണ്ട് പോയി.
എന്നിട്ട് ഇന്ത്യക്കാർ ഈ ഒപ്പി ഉണ്ടാക്കാൻ ടാക്സും കൊടുക്കണം. ആ ടാക്സും ആരെടുക്കും? ബ്രിട്ടൻ എടുക്കും. എന്നിട്ട് ബ്രിട്ടനുള്ളവർക്ക് എന്ത് ചെയ്യും? ജോലി കൊടുക്കും. എങ്കിൽ ബ്രിട്ടനുള്ളവർക്ക് ഒരു ചെലവും ഇല്ല. ഓക്കെ, മൊത്തം ചെലവെടുക്കുന്ന ആരാ? ഇന്ത്യക്കാര്. നിങ്ങൾ തന്നെ പറ, ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ആ കമ്പനിയുടെ മൊത്തം എക്സ്പെൻസസ് ആരെടുക്കും? വേറെ ജനങ്ങൾ എടുക്കും. ഓക്കെ, ഇനി ആ കമ്പനിക്ക് വേണ്ടിയിട്ട് സാധനം ഉണ്ടാക്കണം, അത് ആരുണ്ടാക്കും? ജനങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അവര് അതിന്റെ ടാക്സ് എന്ത് ചെയ്യും? എന്റെ കമ്പനിക്ക് തരും. ആ ടാക്സും പൈസയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ സാധനം വേറെ സ്ഥലത്ത് കൊണ്ട് വിൽക്കും. അവിടെ നിന്ന് എന്ത് കിട്ടും? എനിക്ക് പൈസ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്റെ കമ്പനി ഞാൻ എംപ്ലോയീസിന് വെക്കും. എംപ്ലോയീസിന് കൊടുക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? ഇതേ ജനങ്ങൾ തരും. എങ്കിൽ എനിക്ക് എന്താ പണിയുള്ളത്? ചുമ്മാ എല്ലാവരെയും മാനേജ് ചെയ്താൽ പോരെ? ഈ സംഭവം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ കഷ്ടപ്പാടുണ്ട്. ഇത് മനസ്സിലാക്കിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ദാദാഭായ് നവറോജി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദാദാഭായ് നവറോജി എടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയി ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ദാദാഭായ് നവറോജിയുടെ ഡ്രൈൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. അതില് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2ഉം സ്റ്റേറ്റ്മെന്റ് നമ്പർ 4ഉം എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് ഹോം ചാർജ് കൊടുത്തിട്ടില്ലേ? കൊടുത്തു. ഹോം ചാർജ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള ലണ്ടനിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. സർ, ഇന്ത്യ എന്നെങ്ങനെ വികസിപ്പിക്കുക? അതുകൊണ്ട് ഇന്ത്യ എങ്ങനെ വികസിച്ചത്? അതായത് ഇന്ത്യയിൽ റെയിൽവേ വരില്ലേ, ഇന്ത്യയിൽ ടെലിഗ്രാഫ് വരില്ലേ, ഇന്ത്യയിൽ എന്താ ഇലക്ട്രിസിറ്റി വരില്ലേ, അതൊക്കെ അവർക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇന്ത്യ വികസിച്ചിട്ടില്ലേ? അതാണ് അവിടെ പറയുന്നത്. ആ ഐഡിയ നന്നായിട്ട് മനസ്സിലായ? ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത എപ്പോഴാ? 1793 ചാർട്ടർ ആക്ടിലാണ്. മനസ്സിലാവുന്നുണ്ടാ? ഇങ്ങനെയാണ് പഠിക്കുക. നല്ല കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി പഠിക്കണം. എങ്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയച്ചു. അയക്കുമല്ലോ, അവർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഒന്നുണ്ട്, പ്രശ്നമുണ്ട്. എങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന മാക്സിമം എന്ത് ചെയ്യുക? ഊറ്റിയെടുക്കുക. എന്നിട്ട് എങ്ങോട്ട് അയക്കുക? ഇംഗ്ലണ്ടിലേക്ക് അയക്കുക. ഈ രണ്ട് പരിപാടിയും സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2ഉം സ്റ്റേറ്റ്മെന്റ് നമ്പർ 4ഉം പ്രധാനമായി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ് സുഹൃത്തുക്കളെ? 1793, 1793. ഓക്കെ, അതിന് പ്രധാനമായ കാരണം ആക്ട് ഏതാണ് സുഹൃത്തുക്കളെ? ചാർട്ടർ ആക്ട് 1793. അല്ലെങ്കിൽ എന്നെ വേറെന്ത് വിളിക്കും സുഹൃത്തുക്കളെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793. ഡൺ അല്ലേ? ബാക്കി നമുക്ക് INCയുടെ കാര്യം എടുക്കുമ്പോഴും ദാദാഭായ് നവറോജി കാര്യം എടുക്കുമ്പോഴും ഡീറ്റെയിൽ ആയി പഠിക്കാവുന്നതാണ്. ഇത്രയും കൺസെപ്റ്റ് നന്നായി ക്ലിയർ ആയല്ലോ? കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കണേ. എങ്കിൽ മാത്രമേ ഏതിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എങ്കിൽ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചാർട്ടർ ആക്ട് 1793. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ഫോർ അനദർ പീരീഡ് ഓഫ് 20 years. അടുത്ത 20 വർഷത്തിലേക്ക് ഇന്ത്യയിലുള്ള ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ശരിയല്ലേ? അടുത്ത ആക്ട് വരാൻ പോകുന്ന 1813 അല്ലേ പഠിച്ചത്? അതെ. നമ്പർ 2, the members of board of control and their staff were to be paid out of Indian revenues. അല്ലേ? അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. എവിടെ നിന്ന്? എന്താ പറയാ, ഇതിൽ നിന്ന് ഇന്ത്യൻ റവന്യൂസ് പേ ചെയ്യണം. അത് രണ്ടും പറഞ്ഞിട്ടില്ലേ? എങ്കിൽ ഒന്നും ശരിയാണ്, രണ്ടും ശരിയാണ്. എങ്കിൽ ഏത് ടിക്ക് ചെയ്യും? ഓപ്ഷൻ സി, ബോത്ത് 1 and 2 എന്ത് ചെയ്യുന്നതായിരിക്കും? ടിക്ക് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. എങ്കിൽ എക്കണോമിക് ആയിട്ട് മാറ്റിയത് കൊണ്ട് എന്തൊക്കെ ഇമ്പാക്ട് വന്നു? എന്റെ കൂടെ എവിടെയായിരിക്കുന്നു വെച്ചാൽ പറഞ്ഞോ. ഇമ്പാക്ട് നമ്പർ 1, ട്രേഡ് മോണോപ്പൊളി എത്ര വർഷത്തേക്ക് മാറ്റി? 20 വർഷത്തേക്ക് മാറ്റി. നമ്പർ 2, എല്ലാ ഫിനാൻഷ്യൽ ബർഡനും എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. നമ്പർ 3, പ്രൈവറ്റ് ട്രേഡ് അല്ലെങ്കിൽ എന്താ? കൺട്രി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പനിയുടെ ഡിവിഡൻഡ് എന്തായി? 10% എന്തായി? പെർമിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ആക്ച്വലി? ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിന്ന് റവന്യൂ എക്സ്ട്രാക്ഷൻ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അതായത് ഇന്ത്യയിൽ നിന്നുള്ള പൈസ എന്ത് ചെയ്യുക? എക്സ്ട്രാക്ട് ചെയ്യുക, ചോർത്തി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെയാണ് ഇതിന്റെ എക്കണോമിക് ഇമ്പാക്ട് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യം ഒക്കെ ആണോ? എങ്കിൽ പൊളിറ്റിക്കലും എക്കണോമിക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷനിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ് ഒന്നാമതിൽ പോയിന്റിൽ എഴുതിയിരിക്കുന്നത്. അത് എന്റെ കൂടെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് എന്റെ കൂടെ പറയാ. നമ്പർ 1, ആദ്യമായിട്ട്
എന്താ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം കിട്ടിയിട്ടുള്ള ഗവർണർ ജനറലിന്റെ പേരെന്താ? ലോർഡ് കോൺവാലിസ്. അത് ആക്ടിലൂടെയാണോ അമെന്റ്മെന്റിലൂടെയാണോ വന്നത്? 1786 അമെന്റ്മെന്റിലൂടെയാണോ വന്നിരിക്കുന്നത്? ഓക്കെ, ആ അമെന്റ്മെന്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഗവർണർ ജനറലിന് ഏകദേശം ഫുൾ പവർ കൊടുത്ത ആക്ടിന്റെ പേരെന്താ? 1794 93 എന്താണ്? നമ്മുടെ ചാർട്ടർ ആക്ട് ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ പ്രധാനമായിട്ട് 2 പ്രവിശ്യ നമുക്കറിയാം, 3 പ്രവിശ്യ നമുക്കറിയാം. ഒന്ന് മദ്രാസ്, ഒന്ന് ബോംബെ, ഒന്ന് എവിടെയാണ്, എന്താ പറയാ, ബംഗാൾ. അപ്പൊ ഗവർണർ ജനറലിന് ഈ മദ്രാസിനും ബോംബെയുടെ പുറത്ത് കൊടുത്ത് ഫുൾ പവർ കൊടുത്തു. ഓക്കെ, ബോർഡ് ഓഫ് കൺട്രോളിന്റെ പ്രവർത്തനത്തിൽ എന്ത് ചെയ്തു? കുറച്ച് മാറ്റം വരുത്തി. നേരത്തെ അതിൽ 4 പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊരു പിർവി കൗൺസിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സാർ, ഈ പിർവി കൗൺസിൽ ആളുകളൊക്കെ എവിടെയുള്ളത്? അത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് ഉള്ളത്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഇനി മുതൽ ബോർഡ് ഓഫ് കൺട്രോൾ എപ്പോ തൊട്ട്? 1793 തൊട്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ബ്രിട്ടനിലാണ് ഇരിക്കുക. അതില് ഒരു പ്രസിഡന്റും 2 ജൂനിയർ മെമ്പേഴ്സുമായിട്ടും ഉണ്ടാവുക. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കാര്യം മാറ്റിയില്ലേ? അവര് പ്രിവി കൗൺസിൽ എന്ന് വേണമെന്നില്ല, യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ എന്ത് ചെയ്തു? ട്വിസ്റ്റ് ചെയ്തു, മാറ്റി. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് മൊത്തം ഒരു കഥയാണ്. ഓക്കെ, അപ്പൊ ഓർഡറിൽ കണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? നന്നായിട്ട് മനസ്സിലാവും, നന്നായിട്ട് കാര്യങ്ങൾ കിട്ടും. ഇത്തരം കാര്യം ഓക്കെ അല്ലേ? ഞാൻ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും ഓർഡറിൽ കാണുമ്പോൾ എന്താ? അടിപൊളിയായിട്ട് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അടുത്തത് ജുഡീഷ്യൽ അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻസ്. ഓക്കെ, അവർ പറയുന്നത് റവന്യൂ അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യൽ എന്ത് ചെയ്യുക? തരംതിരിക്കുക. റവന്യൂ അഡ്മിനിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ കാശ് പിരിക്കുക. നിങ്ങളുടെ വീട്ടില് വീട്ടുകരം പഞ്ചായത്തിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട്, വെള്ളക്കരം പഞ്ചായത്തിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട്, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, GST, ആന, ചേന, ഒരുപാട് പൈസ പിരിക്കാനില്ലേ? ആ പൈസ പിരിക്കുന്നതിന് പേരാണ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ പറ, നിങ്ങളൊന്ന് ഒരാള് അന്യായമായിട്ട് പൈസ പിരിച്ചു. ഈ പൈസ പിരിച്ച ആളെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയാൾക്കെതിരെ കേസ് കൊടുക്കണം. കേസ് കൊടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത്, ആരാണോ അന്യായമായി പൈസ പിരിച്ചത് അയാളുടെ കയ്യിൽ തന്നെ എന്ത്? ജുഡീഷ്യൽ ഫംഗ്ഷനും. ആരാണ് സാർ ഈ വ്യക്തി? ഡിസ്ട്രിക്ട് കളക്ടർ. ഡിസ്ട്രിക്ട് കളക്ടറാ? ജില്ലാ കളക്ടറാ? നമ്മുടെ UPSC എക്സാം ഒക്കെ എഴുതിയിട്ട് പോകുന്ന ഇത്ര നല്ല ആളുകളാ? അത് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ വന്നതിന് ശേഷമല്ലേ? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 1793 അപ്പോഴത്തെ ജില്ലാ കളക്ടർ ആരായിരിക്കും? ബ്രിട്ടീഷുകാരല്ലേ? അപ്പൊ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ റവന്യൂ ഓഫീസേഴ്സ് രണ്ടുപേരും എന്താവരുത്? ഒരേ ആളുകളാവരുത്. എങ്കിൽ അവിടെ അഴിമതി വരാനുള്ള സാധ്യത എന്ന് എന്ത് ചെയ്തു? മനസ്സിലായി. അഴിമതി ഒരു വമ്പൻ പ്രോബ്ലം ആണ്. ഇവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് പൈസ എന്ത് ചെയ്യില്ല? കമ്പനിക്ക് കിട്ടില്ല. എങ്കിൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു കോർട്ട് ഉണ്ടായിരുന്നു. കോർട്ടിന്റെ പേരാണ് മാൽ അദാലത്ത്. മാൽ അദാലത്തിന്റെ പ്രധാന കൺട്രോള് ഡിസ്ട്രിക്ട് കളക്ടർക്കായിരുന്നു. മാൽ അദാലത്ത് എന്ന് വെച്ചാൽ എന്താ? റവന്യൂ കോർട്ടാണ്. റവന്യൂ കോർട്ട് എന്ന് വെച്ചാൽ എന്താ? റവന്യൂമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നികുതി പിരിക്കുന്നതുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കോർട്ടിൽ പോകാവുന്നതാണ്. അതിൽ ഇരിക്കുന്നതും ഡിസ്ട്രിക്ട് കളക്ടർ, ടാക്സും റവന്യൂ പിരിക്കുന്നതും ഡിസ്ട്രിക്ട് കളക്ടർ. ഞാൻ തന്നെ തെറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ കംപ്ലൈന്റുമായി വന്നാൽ ഞാൻ പറയോ ഞാൻ മോശക്കാരനാണ്, ഞാൻ തെറ്റുകാരെന്ന് പറയില്ലല്ലോ. ഞാൻ എന്താ പറയാ? ഇത്രയും നന്മപരമായ ഒരു വ്യക്തി വേറെ ലോകത്തിൽ ഇല്ല എന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഈ പരിപാടിയിൽ മാറ്റം വരുത്തണ്ടേ? ഇതാണ് പ്രധാനമായിട്ട് 1793 ആക്ടിൽ മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഒരു അപ്പലൈഡ് കോർട്ട്. അപ്പലൈഡ് കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ കൊടുക്കണ്ടേ? അപ്പീൽ കോർട്ട് എന്നാണ് പറയുക. ആ അപ്പീൽ കോർട്ട് കൽക്കട്ട, ഡക്ക, എന്താ പറയാ, മൂർഷിദാബാദ്, പട്ന, ഓക്കെ, എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തു? അവരെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വെച്ചു. സ്റ്റാർട്ട് ചെയ്യുന്നല്ല പറഞ്ഞിരിക്കുന്നത്. മാൽ അദാലത്ത് എന്താണ് ആക്ച്വലി നമ്മൾ നിർത്തി. കൽക്കട്ടയിലും ഡക്കാലും മൂർഷിദാബാദിലും പാട്നയിലും ഉണ്ടായിരുന്ന എന്താ അപ്പലൈറ്റ് കോർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ ജുഡീഷ്യലിന്റെ ഇമ്പാക്ട് എന്താണ്? ഒന്ന്, മാൽ അദാലത്ത്, അതിനെ വിളിക്കുന്നവരാണ് റവന്യൂ കോർട്ട്, അത് ഇല്ലാതാക്കി. ഓക്കെ, ജുഡീഷ്യൽ ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ആക്കി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സാദർ ദിവാനി, സാദർ നിസാമത്ത്, ദിവാനി അദാലത്ത്, നിസാമത്ത് അദാലത്ത് എന്നിവ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ വെക്കുന്ന രീതിയിൽ വന്നു. എന്താണ് സാറേ ദിവാനി, എന്താണ് സാറേ നിസാമത്ത്? പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ലേ? ഓക്കെ, സാറത്ത് ഓർമ്മ വരുന്നില്ലല്ലോ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം.
ഇതാ പഴയ ക്ലാസ്സുകൾ കാണണേ, ദിവാനി നിസാമത്ത്. ഓക്കെ, അപ്പൊ നിസാമത്ത് എന്ന് വെച്ചാൽ എന്താ? പൊളിറ്റിക്കൽ അവകാശങ്ങൾ. ദിവാനി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എന്താണ്? റവന്യൂ അവകാശങ്ങൾ. അപ്പൊ ദിവാനിയിൽ എന്തുണ്ടാവും? ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ കോർട്ടിൽ ഉണ്ടാവുക. നിസാമത്തിൽ എന്തുണ്ടാവും? അതായത് ഇപ്പൊ ആരെങ്കിലും കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ എന്താ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്താ മോഷണം ചെയ്തു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് ആക്ച്വലി കേസുകൾ എവിടെ ഉണ്ടാവും? നിസാമത്ത് അദാലത്തിൽ ഉണ്ടാവും. ടാക്സ് അടച്ചില്ലെങ്കിൽ കേസ് എവിടെ ഉണ്ടാവും? ദിവാനി അദാലത്തിൽ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി സമയത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഹയർ കോർട്സ് എന്തായി? ഈ സാദർ ദിവാനിയും സാദർ നിസാമത്തും എന്ത് ചെയ്തു? അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി പ്രൊഫഷണലായ ജുഡീഷ്യൽ പ്രോസസ് എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താ? ജുഡീഷ്യറി എപ്പോഴും എന്തായിരിക്കണം? ആരുമായിട്ട് റിലേഷൻ ഇല്ലാതെ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. വേണ്ടേ? കോർട്ടിൽ പോകുന്ന എന്തിനാ സുഹൃത്തുക്കളെ? ന്യായം കിട്ടാൻ വേണ്ടിയില്ലേ? നീതി, നീതി, ജസ്റ്റിസ്, അതിനു വേണ്ടിയിട്ടല്ലേ? ഈ ജസ്റ്റിസ് തരുന്ന നമ്മുടെ ആരാണ്? നിയമം പഠിച്ചിട്ടുള്ള ജഡ്ജിമാരെല്ലാവരും ആരുടെങ്കിലും പൈസയും വാങ്ങിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്ന പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ലോ. അപ്പൊ ജുഡീഷ്യൽ പ്രോസസ് എന്തായിരിക്കണം? പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ, കളക്ടേഴ്സ് റവന്യൂ പവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അതിനെന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് ഡൊമിനൻസ് തന്നെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ, അതായത് ബ്രിട്ടീഷുകാരനെ ഉണ്ടാവുക, ഇന്ത്യക്കാരനല്ല വന്നിരിക്കുന്നത്. പക്ഷെ ജുഡീഷ്യറി എന്ത് ചെയ്തു? ഒന്ന് നല്ല രീതിയിൽ മാറ്റുന്ന രീതിക്ക് 1793 ആക്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് രണ്ട് ക്വസ്റ്റിലൂടെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ദ ആക്ട് ഓഫ് 1793 കണ്ടിന്യൂഡ് ദ സിസ്റ്റം ഓഫ് റൂളർ സെൻട്രിക് ഗവർണൻസ് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിംഗ് ജുഡീഷ്യൽ റിഫോംസ്. അപ്പൊ എന്റെ ചോദ്യം, 1793 ആക്ട് റൂളർ സെൻട്രിക്, അതായത് രാജാവോ അല്ലെങ്കിൽ റൂളറോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ അങ്ങനെയുള്ള ഗവർണൻസ് ആണോ പറഞ്ഞത്? അത് ജുഡീഷ്യൽ റിഫോംസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിംഗ് ജുഡീഷ്യൽ റിഫോംസ്. ഒന്ന്, അങ്ങനെ സെൻട്രിക് അല്ലല്ലോ. ജുഡീഷ്യൽ റിഫോംസ് കൊണ്ടുവന്നോണ്ടല്ലേ ഇവിടെ ഞാൻ ഈ 10-15 മിനിറ്റ് ഈ കഥയെല്ലാം പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്? ജുഡീഷ്യൽ റിഫോംസ് അപ്പൊ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ? തെറ്റാണ്. 2, ജുഡീഷ്യൽ ഓഫീസേഴ്സ് വർ എംപവർഡ് ടു ഇന്റർപ്രറ്റ് ലോസ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് റോയൽ ഡിസ്ക്രിഷൻ. ഒരാളുടെ എന്താ ഇടപെടലില്ലാതെ. സാർ അവിടെ റോയൽ ഡിസ്ക്രിഷൻ എന്താ സാർ എഴുതിയിട്ടില്ല? ഞാൻ അങ്ങനെയല്ല പഠിച്ചു വന്നിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചെന്ന കാര്യം എന്താ? ഒരാൾ ഇടപെടില്ല. ഓക്കെ, എന്താണ് ആക്ച്വലി? പ്രൊഫഷണൽ ജുഡീഷ്യൽ പ്രോസസ് ആയിരിക്കും. എൻകറേജ് പ്രൊഫഷണൽ ജുഡീഷ്യൽ പ്രോസസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? ഒരാൾ ഇടപെടില്ല, സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? പ്രവർത്തിക്കുന്നതാണ്. എങ്കിലല്ലേ കൃത്യമായിട്ടുള്ള എന്ത് കിട്ടുള്ളൂ? ഇഫക്റ്റ് കിട്ടുള്ളൂ. കറക്റ്റ്. അപ്പൊ അവിടെ എന്താ? അവിടെ നമുക്ക് റോയൽ ഡിസ്കഷൻ വന്നാലും പാർലമെന്റ് വന്നാലും ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വന്നാലും എന്താ? എല്ലാം ശരിയാണ്. നമ്മൾ റോയൽ ഡിസ്കഷൻ എന്നുള്ളത് കാണാപ്പടം പഠിക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആക്ച്വലി? എന്ത് വന്നാലും അവരെന്തായിരിക്കും? ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഫ്രീ ആൻഡ് ഫെയർ എന്ന് വെച്ചാൽ എന്താ? ജസ്റ്റിസ് തരാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുന്നു. ആൻസർ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ്. സാറിന് വലിയൊരു കഥയാണല്ലോ, പതുക്കെ മനസ്സിലാക്കി വായിക്കാം. ബൈ എ റെഗുലേഷൻ 1793 റെഗുലേഷൻ പ്രകാരം ദ ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ഡിപ്രീവ്ഡ് ഓഫ് ഹിസ് ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് മെയ്ഡ് ദ കളക്ടിംഗ് ഏജന്റ് ഓൺലി. കറക്റ്റ് അല്ലേ? ഡിസ്ട്രിക്ട് കളക്ടറിനെ ജുഡീഷ്യൽ നിന്ന് മാറ്റിയിട്ട് എന്തായി? റവന്യൂ മാത്രം കളക്ട് ചെയ്താൽ മതി എന്നാക്കി. വാട്ട് വാസ് ദ റീസൺ ഫോർ സച്ച് റെഗുലേഷൻ? എന്തുകൊണ്ടാണ് അങ്ങനെ റീസൺ വന്നത്? ഇവിടെ എല്ലാവരുടെയും ലോർഡ് കോൺവാലിസ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ലോർഡ് കോൺവാലിസിന് ഈ ഐഡിയയിൽ വലിയ എന്തില്ല, എന്താ പറയുക, ഇഷ്ടമില്ല. അപ്പൊ ലോർഡ് കോൺവാലിസ് ആണ് ഇത് മാറ്റം വരുത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശം നടപ്പിലാവുന്നത് 1793 എന്താണ് ആക്ച്വലി? ചാർട്ടർ ആക്ടിലാണ്. ഇത്രയും കാര്യം ഓക്കെ ആയോ? എങ്കിൽ ഓപ്ഷൻ എ, ലോർഡ് കോൺവാലിസ് ഫെൽറ്റ് ദാറ്റ് the district collector's efficiency of revenue collection would enormously increase without burden of other work. ഇതൊരു ലോജിക്കലി ബന്ധമില്ലാത്ത കാര്യമാണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ലോർഡ് കോൺവാലിസിന് തോന്നി എന്താ? ഡിസ്ട്രിക്ട് കളക്ടറിലെ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് കൂടും. എന്താ? ബർഡൻ ഓഫ് വർക്ക് ഇല്ലാതെ. ഡിസ്ട്രിക്ട് കളക്ടറുടെ എഫിഷ്യൻസി നന്നായിട്ട് കൂടും ബർഡൻ ഓഫ് വർക്ക് ഇല്ലാതെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ജുഡീഷ്യൽ പവർ എന്ത് ചെയ്യുക? മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്ട്രിക്ട് കളക്ടറിന് എന്ത് ചെയ്യുക? റവന്യൂ മാത്രം കൊടുക്കുക. അങ്ങനെ പറഞ്ഞാൽ ശരിയാവും? അത് മൊത്തത്തിൽ ഒരു സംഭവം ശരിയായിട്ടില്ലല്ലോ. ഓപ്ഷൻ ബി, ലോർഡ് കോൺവാലിസ് ഫെൽറ്റ് ദാറ്റ് judicial power should compulsory be in the hands of Europeans while Indians can be given the job of revenue collection in the district. നമുക്കിവിടെ ഇന്ത്യൻ യൂറോപ്യൻ ഡിഫറൻസ് ഇപ്പൊ വന്നിട്ടില്ല. ഓക്കെ, എല്ലാ യൂറോപ്യന്മാര് തന്നെ, നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ് ഇന്ത്യക്കാർ വന്നതല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ എന്താണ് ആക്ച്വലി
അവിടെയുള്ള ഡിസ്ട്രിക്ട് കളക്ടർ, അയാൾ യൂറോപ്യൻ ആയിക്കോട്ടെ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, അയാൾ എന്താവരുത്, അയാളുടെ കയ്യിൽ എന്താ പറയാ ഓവർ പവർ ഉണ്ടാവരുത്, അയാൾ അഴിമതി ചെയ്യരുത്. ഇതല്ല ലക്ഷ്യം എങ്കിൽ ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സി, ലോർഡ് കോൺവാലിസ് വാസ് അലാംഡ് അറ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് പവർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് കളക്ടർ. എത്ര പവറാ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കയ്യിലുള്ളത്? ആൻഡ് ഫെൽറ്റ് ദാറ്റ് സച്ച് ആബ്സലൂട്ട് പവർ വാസ് അൺഡിസർവ്ഡ് ഇൻ വൺ പേഴ്സൺ. ഇത്രയും പവറും കൊണ്ട് ഒരുത്തൻ ഇരിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റം ചെയ്യുന്ന ഒരാള്, ശിക്ഷ വിധിക്കുന്ന ഒരാള്, പൈസ പിരിക്കുന്ന ഒരാള്, വിധി ചെയ്യുന്നത് ഒരാള്, അങ്ങനെ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഇത് തെറ്റല്ലേ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ എന്താ ചെയ്തത്? 17 ഈ പരിപാടി കൊണ്ടുവന്നത്. എങ്കിൽ ഓപ്ഷൻ സി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ സിന്ന്. നമുക്ക് ഓപ്ഷൻ ഡി കൂടി എന്ത് ചെയ്യാം? വായിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് എന്താ തെറ്റെന്ന് നോക്കാം. ഓക്കെ. ദ ജുഡീഷ്യൽ വർക്ക് ഡിമാൻഡ് എ ഡീപ് നോളജ് ഓഫ് ഇന്ത്യ and a good training in law, and Lord Cornwallis felt that district collector should be only a revenue collector. Okay. ജുഡീഷ്യൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് നോളജിന്റെ ആവശ്യമുണ്ട്. ഓക്കെ. ഇന്ത്യയുടെ ഡീപ്പ് നോളജിന്റെ ആവശ്യമുണ്ട് ചോദിച്ചാൽ 17 ഇപ്പൊ ഇന്ത്യയുടെ ഡീപ്പ് നോളജിന് വേണ്ടിയിട്ടല്ല നമ്മൾ കോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കോർട്ട് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? ബ്രിട്ടീഷുകാരുടെ അഴിമതി കുറയ്ക്കുക, കമ്പനി എന്താക്കുക? ലാഭത്തിലാക്കുക. എന്നിട്ട് കമ്പനിയിലെ അഴിമതി എല്ലാം കുറച്ച ശേഷം ലാഭത്തിൽ നിന്ന് 5 ലക്ഷം രൂപയല്ലോ, 5 ലക്ഷം യൂറോസ് എന്ത് ചെയ്യുക? പാർലമെന്റ് കൊടുക്കുക. നല്ല പൈസ എന്ത് ചെയ്യണം? കിട്ടണം. ഇതല്ല ഇപ്പൊ അവരുടെ ലക്ഷ്യം. അവര് സുപ്രീം കോർട്ട് ഉണ്ടാക്കിയിരുന്നത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണോ? അല്ലല്ലോ. അവരുടെ ഇന്റേണൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അവിടെ തന്നെ ഈ പരിപാടി പോയില്ലേ. അവർ ഇന്ത്യക്കാർക്ക് അതിന്റെ നോളജിന്റെ ആവശ്യം, സോറി, അവിടുത്തെ ജഡ്ജസിന് അതിന്റെ നോളജിന്റെ ആവശ്യമില്ല. എങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ നോളജിന്റെ ആവശ്യമില്ല. ഓക്കെ. ലോർഡ് കോൺവാലിസ് ഫെൽറ്റ് ദാറ്റ് ഡിസ്ട്രിക്ട് കളക്ടർ ഷുഡ് ബി ഓൺലി എ റവന്യൂ കളക്ടർ. അത് പുള്ളിക്ക് ഫെൽറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം ശരിയാണ്. പക്ഷെ അതിന് കാരണം ഇന്ത്യയെ കുറിച്ചുള്ള ഡീപ്പ് നോളജ് ഉള്ളവർ മാത്രമേ ജുഡീഷ്യൽ വർക്കിൽ വരുന്നത് കൊണ്ടല്ല, അഴിമതി ഉള്ളതുകൊണ്ടാണ്. ഒരു സ്ട്രോങ് പവർ ആയിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ വന്നത് കൊണ്ടാണ്. ഇത്രയും മനസ്സിലായ? ഓക്കെ. ഓക്കെ. അപ്പൊ ഏത് ടിക്ക് ചെയ്യാം? ഓപ്ഷൻ സി ടിക്ക് ചെയ്യാം. ഓക്കെ. ഡൺ അല്ലേ? അപ്പോൾ നമ്മുടെ 1793 ആക്ട് എന്ത് ചെയ്തു? കഴിഞ്ഞു. ഓക്കെ. ഈ ആക്ട് നന്നായി മനസ്സിലാക്കണേ, എന്നാലേ 1813 ഓക്കെ 1833 എന്ത് ചെയ്തു നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു വലിയ സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലെ? എങ്കിൽ നമുക്ക് റിവൈസ് ചെയ്താലോ? എവിടെയായിരിക്കുന്ന വെച്ചാൽ എന്നോട് പറയാം. ചാർട്ടർ ആക്ട് 1793. അതിന്റെ വേറൊരു പേരെന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. ഒന്നാമത്തെ കാര്യം, മോണോപ്പൊളി എക്സ്റ്റെൻഡ് ചെയ്തു. എത്ര വർഷത്തേക്ക്? 20 വർഷത്തേക്ക്. ഓക്കെ അല്ലെ? ഫൈൻ. ഓക്കെ. ഗവർണർ ജനറൽ എന്ത് കൊടുത്തു? വീറ്റോ പവർ കൊടുത്തു. അതെന്താ? കൗൺസിലിന്റെ പുറത്ത് പവർ ഉണ്ട്. ഓക്കെ. ഗവർണർ ജനറലിന് മദ്രാസിന്റെയും ബോംബെയുടെയും കീഴിൽ എന്ത് കൊടുത്തു? അതോറിറ്റി കൊടുത്തു. ഓക്കെ. അടുത്തത് സാലറി. ബോർഡ് ഓഫ് കൺട്രോളിന്റെ സാലറി എവിടെ നിന്ന് എടുക്കണം? നമ്മുടെ എന്താണ്? ഇന്ത്യൻ റവന്യൂ എടുക്കണം. ബോർഡ് ഓഫ് കൺട്രോൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവർക്ക് പൈസ കിട്ടണ്ടേ? പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ടാക്സ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രൈൻ അല്ലെങ്കിൽ എന്താ പൈസ ചോർന്നു പോകുന്നു, ട്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, നമ്മളല്ല കണ്ടുപിടിച്ചത്, ആരാ കണ്ടുപിടിച്ചത്? ദാദാഭായ് നവറോജി കണ്ടുപിടിച്ചിട്ടുള്ള ആക്ട് എപ്പോ തൊട്ടാണ്? വർഷം എപ്പോ തൊട്ടാണ്? 1793. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുള്ള സോഴ്സ് എന്ത് ചെയ്യുക? നോക്കുക. ആ സോഴ്സിൽ ഇതെല്ലാം അന്ന് ഉണ്ടാവും. ആ സോഴ്സ് മാത്രമല്ല, ഇനി അവർ എങ്ങനെ ചോദിച്ചാലും ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഇതിലുണ്ട്. ഓക്കെ. നന്നായിട്ട് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോ ടെലഗ്രാം ചാനൽസ് @Kiran PSC സ്റ്റഡി സർക്കിൾ, @Kiran സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.